ലോകമെമ്പാടും ഈ സമയത്ത് ടെലിവിഷനിലൂടെയും ഓൺലൈവായിട്ട് ഗ്രേസ് കമ്മ്യൂണിറ്റി TV-യിലൂടെയും അതുപോലെ തന്നെ ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ യൂട്യൂബ് ചാനലിലൂടെയും ഞങ്ങളെ വീക്ഷിക്കുന്നവരെ ഈ സമയത്ത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലെ തുടർമാനമായുള്ള പഠനങ്ങൾ ഒരുപാട് ജീവിതങ്ങൾക്ക് രൂപാന്തരം വരുത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് കേൾക്കുന്നതിൽ വലിയതായി സന്തോഷിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായത്തിലാണല്ലോ നാം ആ ചിന്ത അവസാനിപ്പിച്ചത്. 7-ാമത്തെ അധ്യായത്തിലെ ചിന്തകളിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ അവസാനം മുതൽ 6-ാം അധ്യായത്തിൻ്റെ അവസാനം വരെ അപ്പോസ്തലൻ, എബ്രായ ലേഖനത്തിൻ്റെ എഴുത്തുകാരൻ പ്രധാനമായി ഉദ്ദേശിച്ചത്, ശാസിച്ചത് അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ചത് ക്രിസ്ത്യൻ ഇമ്മെച്യൂരിറ്റിയാണ്, ക്രിസ്തീയ വളർച്ചയില്ലായ്മയാണ്, ക്രിസ്തീയ കുട്ടിത്തത്തെയാണ്. യേശുക്രിസ്തുവിൽ ഒരു വ്യക്തി വളരേണ്ടത് ആവശ്യമാണ് എന്ന വിശദീകരണമാണ് 5-ാം അധ്യായത്തിൻ്റെ അവസാനം മുതൽ കൊടുത്തത്. ആ 5-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞപ്പം 3 ആശയങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, കേൾപ്പാൻ മാന്ദ്യതയുള്ളവരാണ് നിങ്ങൾ. 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം തുടങ്ങിയപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങളിപ്പോഴും ആദ്യ പാഠത്തിൽ നിൽക്കുന്നവരാണ്. 6-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗത്തിൽ വിശദീകരിച്ചപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങളിപ്പോഴും കട്ടിയായത് ഭക്ഷിക്കുവാൻ കഴിയാത്ത ശിശുക്കളും ആദ്യ പാഠത്തിൽ നിൽക്കുന്നവരും ഇഷ്ടംപോലെ വചനം കേട്ടിട്ടും കിട്ടിയ പ്രകാശനത്തിൽ തുടരാൻ കഴിയാതെ ഒരിക്കലായി കിട്ടിയ പ്രകാശനം അത് മങ്ങിപ്പോകുന്ന അവസ്ഥയിലുള്ളവരാണ് എന്ന് വിശദീകരിച്ചിട്ട്, നിങ്ങൾ മടുപ്പില്ലാത്തവരും ഉറപ്പുള്ളവരും സ്ഥിരതയുള്ളവരുമായി തീരേണ്ടിയതിന് വേണ്ടി നടത്തിയ പ്രബോധനങ്ങളായിരുന്നു 6-ാം അധ്യായത്തിൻ്റെ ഒടുവിലെ വാക്യങ്ങൾ. അത് വിശദീകരിച്ച് കഴിഞ്ഞതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7-ാമത്തെ അധ്യായമാണ്. 6-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ വിശദീകരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് അപ്പോസ്തലൻ വിശദീകരിക്കുന്നത്, ദൈവം നിങ്ങളോട് വാക്ക് പറഞ്ഞപ്പോൾ ദൈവം തന്നേക്കാൾ ശ്രേഷ്ഠനായ ഒരാളെ കൊണ്ട് സത്യം ചെയ്യാനില്ലാഞ്ഞിട്ട് ദൈവം തന്നെ നോക്കി സത്യം ചെയ്താണ് പറഞ്ഞത്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, വർദ്ധിപ്പിക്കും, വലുതാക്കും എന്ന വാഗ്ദത്തം. ഇതായിരുന്നു നാം വിശദീകരിച്ച് അവസാനിപ്പിച്ചത്. ഇന്ന് നമ്മൾ വരുന്നത് എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിലേക്കാണ്. ഇതിലേതെങ്കിലും ഭാഗങ്ങൾ നിങ്ങൾക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ രാവിലെ 6 മണിക്ക് ജയ് ഹിന്ദ് TV-യിലുള്ള ശുശ്രൂഷ വഴിയായി നിങ്ങൾക്കത് ലഭിക്കും. അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കാണുന്നവർക്ക് യൂട്യൂബിൽ തുടർമാനമായിട്ട് ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്ത് വരുന്നുണ്ട്. നിങ്ങൾക്കത് തുടർമാനമായിട്ട് പഠിക്കുവാൻ കഴിയും. അനേകരെ പഠിപ്പിക്കാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ വചനം പഠിക്കുവാൻ പ്രത്യേകിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരികയാണ്. 7-ാം അധ്യായത്തിൻ്റെ വിഷയം, എബ്രായ ലേഖനത്തിൻ്റെ മുഴുവൻ വിഷയം തന്നെയാണ് 7-ാം അധ്യായത്തിലെ വിഷയം. എബ്രായ ലേഖനത്തിൻ്റെ തീം ഞാൻ വിശദീകരിച്ച് കഴിഞ്ഞതാണ്. പിന്നെ ഒരു പ്രാവശ്യം കൂടെ ഇന്ന് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി പറയാം. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൽ എന്നല്ല, എബ്രായ ലേഖനത്തിൽ മുഴുവൻ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയാണ് എടുത്തു കാട്ടുന്നത്. യേശു എത്ര വലുതാണെന്ന് നോക്ക്, യേശു എത്ര വലുതാണെന്ന് അറിയുക, ഈ കർത്താവിൻ്റെ ശ്രേഷ്ഠതയൊന്നറിയുക, ഈ യേശുവിൻ്റെ വലിയ മഹത്വത്തെ നിങ്ങളൊന്ന് കാണുക എന്ന വിവരണമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ മുഴുവനുള്ളത്. അപ്പം 1-ാം അധ്യായത്തിൽ യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ എന്ന 1-ാമത്തെ പഠനത്തിൽ യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ എന്ന വിശേഷണം നൽകിയിട്ട് സ്ഥാനം കൊണ്ട്, പൊസിഷൻ, സ്ഥാനം കൊണ്ട്, അതുപോലെ തന്നെ നാമം കൊണ്ട് എല്ലാം യേശു ശ്രേഷ്ഠൻ എന്ന് വിശദീകരണം നൽകിയിട്ട്, യേശു പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ മോശയേക്കാൾ ശ്രേഷ്ഠൻ, യേശു മോശയ്ക്ക് ശേഷം വന്ന യോശുവായേക്കാൾ ശ്രേഷ്ഠൻ, പിന്നെ മോശയുടെ സഹോദരനായ അഹരോൻ എന്ന ആദ്യ പുരോഹിതനേക്കാൾ യേശു ശ്രേഷ്ഠൻ എന്ന വിശദീകരണങ്ങളാണ് കൊടുത്തത്. എന്നിട്ട് യേശു മോശയുടെ സഹോദരനായ അഹരോൻ എന്ന ആദ്യ പുരോഹിതനേക്കാൾ ശ്രേഷ്ഠൻ എന്ന വിശദീകരണത്തെ ആദ്യമൊന്ന് വിശദീകരിച്ചിട്ട് രണ്ടാമത് പിന്നെയും വിശദീകരിക്കുവാൻ എടുക്കുന്ന ഭാഗമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം. പെട്ടെന്ന് എൻ്റെ കൂടെ 7-ാമത്തെ അധ്യായത്തിലേക്ക് വന്നാട്ടെ. 7-ാമത്തെ അധ്യായം, യേശുവിൻ്റെ പൗരോഹിത്യം, ദ പ്രീസ്റ്റ്ഹുഡ് ഓഫ് ജീസസ്. യേശുവിൻ്റെ പൗരോഹിത്യം, യേശുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠത, ഇതാണെന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. യേശു എന്ന മഹാപുരോഹിതൻ്റെ പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠത, യേശു എന്ന മഹാപുരോഹിതൻ, യേശു എന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ, ആ ശ്രേഷ്ഠ മഹാപുരോഹിതൻ്റെ പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠത. എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. ശാലോം രാജാവും അത്യുന്നതനുമായ ദൈവത്തിന്റെ പുരോഹിതനുമായ ഈ മൽക്കിസദേക്കിനെ പറ്റി മുമ്പേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ശാലോം രാജാവും
അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ ഈ മൽക്കിസദേക്ക് രാജാക്കന്മാരെ ജയിച്ച് മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അബ്രഹാം അവന് സകലത്തിലും 10 കൊടുത്തു. അപ്പൊ ഈ മൽക്കിസദേക്കിനെ മുമ്പേ വിശദീകരിച്ചിട്ടുണ്ട്. ആരായിരുന്നു മൽക്കിസദേക്ക്? എന്തിനാണ് മൽക്കിസദേക്കിനെ ഇവിടെ അവതരിപ്പിക്കുന്നത്? ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാട്ടെ പ്രിയമുള്ളവരെ. മൽക്കിസദേക്കിനെ കുറിച്ച് ഇവിടെ തന്നെ വിശദീകരിക്കുന്നുണ്ട്. 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 3-ാമത്തെ വാക്യം. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവുമില്ല. വംശാവലി ഇല്ലാത്ത, ജീവാരംഭവും ജീവാവസാനവും രേഖപ്പെടുത്തിയിട്ടില്ലാത്ത, വംശാവലി രേഖപ്പെടുത്തിയിട്ടില്ലാത്ത, ജീവാരംഭവും ജീവാവസാനവും രേഖപ്പെടുത്തിയിട്ടില്ലാത്ത, പിതാവാരാ മാതാവാരാന്ന് രേഖപ്പെടുത്തിയിട്ടില്ലാത്ത, എന്നാൽ രേഖയിലുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. ആ പുരോഹിതൻ മോശയുടെ കൈവഴിയായി ലിഖിത ന്യായപ്രമാണത്തിൽ എഴുതപ്പെട്ടു വന്ന് പുരോഹിതനായ അഹരോൻ എന്ന ആദ്യ പുരോഹിതനും മുമ്പേ പുരോഹിതനായിരുന്ന ഒരു പുരോഹിതനുണ്ടായിരുന്നു. അതായിരുന്നു മൽക്കിസദേക്ക് എന്ന് പറയുന്ന പുരോഹിതൻ. അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യത്തിന് 2 ശ്രേഷ്ഠതയുണ്ടായിരുന്നു. അദ്ദേഹം രാജാവുമായിരുന്നു, പുരോഹിതനുമായിരുന്നു. എന്നോട് ചേർന്ന് പറയാമോ? രാജാവുമായിരുന്നു, പുരോഹിതനുമായിരുന്നു. അപ്പൊ എന്താണ് ഇവിടെ എബ്രായ ലേഖനകാരൻ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത്? 2 പൗരോഹിത്യത്തെ എബ്രായ ലേഖനം വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, അഹരോന്യ ക്രമപ്രകാരമുള്ള ലേവ്യ പൗരോഹിത്യം. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ. അഹരോന്യ ക്രമപ്രകാരമുള്ള ലേവ്യ പൗരോഹിത്യം. രണ്ടാമത്തേത് മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള നിത്യ പൗരോഹിത്യം. എന്നോട് ചേർന്ന് പറഞ്ഞേ. മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള നിത്യ പൗരോഹിത്യം. മോശയുടെ നേതൃത്വത്തിൽ ന്യായപ്രമാണം വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ന്യായപ്രമാണം വന്നതിന് ശേഷം പുരോഹിതനായ ആളാണ് അഹരോനും അഹരോന്യപുത്രന്മാരും. പക്ഷേ മോശയുടെ നേതൃത്വത്തിൽ ന്യായപ്രമാണം വന്ന് ന്യായപ്രമാണം പുരോഹിതന്മാരെ അവരോധിക്കുന്നതിന് മുന്നമേ തന്നെ ന്യായപ്രമാണ കാലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാലം മോശയിലാണ് തുടങ്ങുന്നത്. എന്നാൽ ആ കാലത്തിന് മുമ്പേ ദൈവത്തിന് ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. ആ പുരോഹിതൻ്റെ പേര് മൽക്കിസദേക്ക് എന്നാണ്. ആ പുരോഹിതൻ അബ്രഹാമിൻ്റെ കാലത്തുണ്ടായിരുന്നയാളാണ്. അബ്രഹാം മോശയുടെ കാലത്ത് ജീവിച്ചിരുന്ന ആളല്ല. നിങ്ങൾക്കത് അറിയാമെങ്കിൽ അറിയാം. അബ്രഹാം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് മോശ എന്ന് പറയുന്ന വ്യക്തി വരുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ നിങ്ങൾ അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യനെ കാണുന്നുവെങ്കിൽ മോശ വരുന്നത് അതിനുശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു വരാൻ ആഗ്രഹിക്കുന്നത്? 2 പൗരോഹിത്യമുണ്ട് എന്ന് എബ്രായ ലേഖനകാരൻ ഇവിടെ വിശദീകരിക്കുന്നു. ഒന്ന്, ലേവിയ ക്രമത്തിലുള്ള അഹരോന്യ പൗരോഹിത്യം. 2, യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം എന്ന് വിശേഷിപ്പിക്കും പഴയ നിയമത്തിലെ പൗരോഹിത്യം അഥവാ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം. മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യത്തിന്റെ 4 പ്രത്യേകത ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, ഇത് പിന്തുടർച്ചയായി വന്ന പൗരോഹിത്യമല്ല. എന്നാൽ ലേവ്യ പൗരോഹിത്യം പിന്തുടർച്ചയായി വന്ന പൗരോഹിത്യമാണ്. അപ്പൻ പുരോഹിതൻ, മകൻ പുരോഹിതൻ, മകന്റെ മകൻ പുരോഹിതൻ, മകന്റെ മകന്റെ മകൻ പുരോഹിതൻ. ഈ ക്രമത്തിൽ പുരോഹിതന്മാരായവരാണ് ലേവ്യ ക്രമത്തിലുള്ള പുരോഹിതന്മാർ. എന്നാൽ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം പിന്നീട് ആരും പുരോഹിതരായി എന്ന് വായിക്കുന്നില്ല. മൽക്കിസദേക്കിന്റെ പൗരോഹിത്യത്തിന് തുടർമാനത ഉണ്ടായതായി കാണുന്നില്ല. മൽക്കിസദേക്കിന് മകനുണ്ടെന്നോ മൽക്കിസദേക്കിൻ്റെ മകൻ മൽക്കിസദേക്കിന് ശേഷം പുരോഹിതനായെന്നോ പറയുന്നില്ല. അപ്പോൾ മൽക്കിസദേക്ക് എന്ന് പറയുന്ന വ്യക്തിയുടെ പൗരോഹിത്യം പഴയ നിയമത്തിൽ തന്നെ തികച്ചും വ്യത്യസ്തമായി നിൽക്കുന്നു. എന്നിട്ട് ഈ പൗരോഹിത്യത്തെ യേശുവിൻ്റെ പൗരോഹിത്യത്തോട് താരതമ്യപ്പെടുത്തുകയാണ് എബ്രായ ലേഖനകാരൻ ഇവിടെ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് യേശുവിൻ്റെ പൗരോഹിത്യത്തെ മൽക്കിസദേക്കിൻ്റെ പൗരോഹിത്യത്തോട് താരതമ്യപ്പെടുത്തുന്നത്? ഈ ശാലോം രാജാവ് വായിച്ചു 7-ാം അധ്യായത്തിൽ തന്നെ അതിന് വിശദീകരണം നൽകുന്നുണ്ട്. ഇയാൾ മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ്
മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. അബ്രഹാം അവന് സകലത്തിലും 10 കൊടുത്തു. അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവ് എന്നും, അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവ് എന്നും, പിന്നെ ശാലേം രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവ്. ഈ രണ്ട് പദം എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, നീതിയുടെ രാജാവ്. എല്ലാരും പറഞ്ഞില്ലല്ലോ, ഒന്ന് ഉറക്കെ പറഞ്ഞേ, നീതിയുടെ രാജാവ്, സമാധാനത്തിന്റെ രാജാവ്. ചേർന്ന് പറഞ്ഞേ, നീതിയുടെ രാജാവ്, സമാധാനത്തിന്റെ രാജാവ്. എന്നതാ പിന്നെ ഇവിടെ ഈ വംശാവലി ഒന്നും രേഖപ്പെടുത്താത്തേ? നിങ്ങൾക്കറിയാമോ, യഹൂദന്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ അവൻ കോളറെ പിടിക്കുന്ന ഒരു വസ്തുത എന്താണെന്നറിയോ? വംശാവലിയാ, ജീനിയോളജിയാ. ജീനിയോളജി കേൾക്കുമ്പോഴത്തേക്കും ഇവർക്കെല്ലാവർക്കും അങ്ങ് ഭയങ്കര പ്രസരിപ്പാണ്. അതുകൊണ്ടായി മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാകുകയില്ല. അബ്രഹാമിൻ്റെ മകനായ ദാവീദിൻ്റെ മകനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി എന്ന് പറഞ്ഞിട്ട് ജനിച്ചു, ജനിപ്പിച്ചു, മരിച്ചു, ജനിച്ചു, ജനിപ്പിച്ചു, മരിച്ചു, ജനിച്ചു, ജനിപ്പിച്ചു, മരിച്ചു, ജനിച്ചു, ജനിപ്പിച്ചു, മരിച്ചു. സാധാരണക്കാരൻ പുതിയ നിയമം വായിക്കാൻ മത്തായി 1:1 തുറക്കുമ്പോഴത്തേക്കും ചോദിക്കും, എടാ അങ്ങേര് ജനിച്ചിട്ട് എന്നാ ഗുണം, ജനിപ്പിച്ചിട്ട് എന്നാ ഗുണം, മരിച്ചിട്ട് എന്നാ ഗുണം? യേശുവിൻ്റെ വല്ല കാര്യമുണ്ടേ പറയാം. എന്തിനാ മത്തായി അത് എഴുതിയത്? യഹൂദന്മാർക്ക് വംശാവലി എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടാണ് അവരുടെ ഉള്ളിലുള്ളത്. പക്ഷേ വംശാവലി ഇല്ലാത്ത ഒരാള് ആ കാലഘട്ടത്തിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് അസാധ്യമാണ്. എന്നാൽ ഇവിടെ മൽക്കിസദേക്കിനെ പരിചയപ്പെടുത്തുമ്പോൾ എങ്ങനെയാ പരിചയപ്പെടുത്തിയത്? അവന് വംശാവലി ഇല്ല, അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും. അപ്പൊ ഞാൻ ചിന്തിക്കും, പിതാവില്ലാതെ, മാതാവില്ലാതെ, വംശാവലി ഇല്ലാതെ, ജീവാരംഭം ഇല്ലാതെ, ജീവാവസാനം ഇല്ലാതെ, അവൻ ദൈവപുത്രന് തുല്യനായി. അതെങ്ങനെയാ ഒരാളുണ്ടാകുന്നേ? എന്താ ഇവിടെ പറയുന്നതിന്റെ അർത്ഥം? യഹൂദന്റെ തിരുവെഴുത്തിൽ മൽക്കിസദേക്ക് എന്ന് പറയുന്ന ശാലോം രാജാവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇയാളുടെ വംശാവലി രേഖപ്പെടുത്തിയിട്ടില്ല. ഇയാളുടെ അപ്പനാരാന്ന് പറഞ്ഞിട്ടില്ല, ഇയാളുടെ അമ്മ ആരാന്ന് പറഞ്ഞിട്ടില്ല. സമകാലികരാരും കണ്ടംപററിയൻസ് ആരും അത് സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അവന്റെ വംശാവലി അറിയില്ല, അല്ലെങ്കിൽ അവന്റെ വംശാവലി ഇല്ല, അവൻ അപ്പനാരാന്ന് പറഞ്ഞിട്ടില്ല. അപ്പോ ഇതുപോലെയാണ് ദൈവപുത്രനും. എന്നിട്ട് ദൈവപുത്രനോട് തുല്യനായി. അപ്പൊ അതൊന്ന് വായിച്ചേ, ദൈവപുത്രനോട്, അവൻ ദൈവപുത്രന് തുല്യനായി, അവൻ ദൈവപുത്രന് തുല്യനായി, എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. അടിവരയിട്ടെ, എന്നേക്കും പുരോഹിതൻ. ദൈവപുത്രന് തുല്യനായി, എന്നേക്കും പുരോഹിതൻ. ഉറക്കെ പറഞ്ഞേ, ദൈവപുത്രന് തുല്യനായി. ഇല്ല, എല്ലാരും ചേർന്ന് പറഞ്ഞേ, ദൈവപുത്രന് തുല്യനായി, എന്നേക്കും പുരോഹിതൻ. ഹല്ലേലൂയ. അപ്പൊ ദൈവപുത്രന് തുല്യനായി, ദൈവം എന്നേക്കും പുരോഹിതനാക്കി അയച്ച ഒരാളായിരുന്നു മൽക്കിസദേക്ക് എന്ന് പറയുന്ന അബ്രഹാമിന്റെ കാലത്തുണ്ടായിരുന്ന ശാലോം രാജാവ്. എന്നാൽ യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠത നിങ്ങളും ഞാനും ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഇവിടെ ഈ മൽക്കിസദേക്കിനെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നത്. ഇനി വേറൊരു കാര്യം ഞാൻ തുറന്നു പറയട്ടെ, എന്തിനാ ഇവിടെ മൽക്കിസദേക്കിനെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കും എനിക്ക് ഈ മൽക്കിസദേക്ക് ആരാന്ന് അറിയില്ല. നിങ്ങൾക്കും എനിക്ക് ഈ മൽക്കിസദേക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കോലഞ്ചേരിക്കാർക്ക് മൽക്കിസദേക്കുമായിട്ട് എന്നാ ബന്ധം? എറണാകുളംകാർക്ക് മൽക്കിസദേക്കുമായിട്ട് എന്നാ ബന്ധം? ഒരു ബന്ധവുമില്ല. പക്ഷേ ഇതിൻ്റെ കേൾവിക്കാരാരാന്നറിയാമോ? ഇതിൻ്റെ കേൾവിക്കാര് എബ്രായ സമൂഹമാണ്. എബ്രായൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നദി കടന്ന് കയറിയവൻ എന്നാണ്. നദി കടന്ന് കയറിയ ഒരു വലിയ ഇസ്രായേൽ എന്ന് പറയുന്ന സമൂഹത്തിനാണ് ഈ ലേഖനം എഴുതുന്നത്. സോ അവർക്കറിയാം അവരുടെ തിരുവെഴുത്തിലുള്ള മൽക്കിസദേക്ക്. അപ്പൊ എന്താ ഇന്നത്തെ ഇതിന്റെ പ്രസക്തി? യേശുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠത മാത്രം കണ്ടാൽ മതി. ഇനി മൽക്കിസദേക്കിൻ്റെ പുറകെ റിസർച്ച് ഒന്നും നടത്തി പോകണ്ട. അയാൾക്ക് ജീവാരംഭം ഇല്ല, അയാൾക്ക് ജീവാവസാനം ഇല്ല. അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. ആ ആള് പുരോഹിതനായത് ലേവ്യ പൗരോഹിത്യത്തിലല്ല. അതാ ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ചിന്ത. അയാൾ പുരോഹിതനായത് ലേവ്യ പൗരോഹിത്യത്തിലല്ല. 1. 2, അയാൾ പുരോഹിതനായത് കുറച്ചു കാലത്തേക്കല്ല. 3, അയാൾ പുരോഹിതനായിരുന്നപ്പോൾ തന്നെ രാജാവും പുരോഹിതനുമായ മൽക്കിസദേക്ക് എന്നാ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. നീതിയുടെ രാജാവായിരുന്നു. ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് പറഞ്ഞേ, നീതിയുടെ രാജാവ്.
ഈ 4 ചിന്ത അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്താൽ മതി. മൽക്കിസദേക്ക്, എന്നോട് ചേർന്ന് പറഞ്ഞു. ഒന്ന് മൽക്കിസദേക്ക്, ഇതൊന്ന് പഠിച്ചേ. ഹല്ലേലൂയ. മൽക്കിസദേക്ക് എന്നേക്കും രാജാവാണ്. മൽക്കിസദേക്ക് എന്നേക്കും പുരോഹിതനാണ്. അപ്പൊ മൽക്കിസദേക്കിന്റെ പൗരോഹിത്യം പ്രായാധിക്യത്താൽ നഷ്ടപ്പെട്ടതല്ല. കേൾക്കുന്നുണ്ടോ? മൽക്കിസദേക്കിന്റെ പൗരോഹിത്യം പ്രായം ചെന്നപ്പോൾ നഷ്ടപ്പെട്ടതല്ല. തനിക്ക് ശേഷം വേറൊരാളെ അവരോധിച്ച് അരങ്ങൊഴിഞ്ഞ ആളല്ല മൽക്കിസദേക്ക്. പിന്നെ മൽക്കിസദേക്കിന്റെ പൗരോഹിത്യത്തെക്കുറിച്ച് പറയുന്നത് എന്നേക്കുമുള്ള പൗരോഹിത്യം. എന്തിനാ ഇവിടെ? ദൈവപുത്രന്റെ തുല്യനാന്ന് പറയാൻ വേണ്ടിയാ. അപ്പൊ നമ്മൾ ഉൾക്കൊണ്ടേണ്ട കാര്യം എന്നാ ഇവിടുന്ന്? മൽക്കിസദേക്കിന്റെ പൗരോഹിത്യം എന്നേക്കും ഉള്ളതുപോലെ തന്നെ ഇനി നമ്മുടെ മറുഭാവം പറ, നമ്മുടെ കർത്താവിന്റെ പൗരോഹിത്യം. ഒന്ന് കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. അതാ ഇവിടുത്തെ വിഷയം. യേശുവിന്റെ പൗരോഹിത്യം, the priesthood of Jesus is not for all, is not for a time, is for all time. അതാ ഇവിടുത്തെ ആശയം. ഒരു സമയത്തേക്കുള്ളതല്ലത്, സദാ സമയത്തേക്കുമുള്ളതാണ്. അതാ ഇവിടുത്തെ വിശദീകരണം. നിങ്ങളുടെ ഉള്ളത്തിലേക്ക് അത് മാത്രം ഇപ്പോൾ ഇടുക. എന്നേക്കും പുരോഹിതനായ മൽക്കിസദേക്ക്, എന്നേക്കും പുരോഹിതനായ യേശു. അപ്പൊ മറ്റേ പൗരോഹിത്യത്തിന് എന്നേക്കും ഉണ്ടോ? ഏതിന്? ലേവ്യ പൗരോഹിത്യത്തിന്. അഹരോന്റെ വഴിയായി ലേവിയുടെ സന്തതികൾക്ക് വന്ന പൗരോഹിത്യത്തിന് എന്നേക്കും ഉണ്ടോ? ഓ, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ഒന്ന് മിണ്ടുക. ഉണ്ടോ? ഉറക്കെ പറ. ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ആ പൗരോഹിത്യത്തിന്റെ ന്യൂനത ഇതായിരുന്നു. എന്നും മനുഷ്യനെ രക്ഷിക്കാൻ പറ്റൂല. കാരണം എന്നും മനുഷ്യനെ രക്ഷിക്കാൻ ആ പുരോഹിതനില്ല. എന്നാൽ ഈ പുരോഹിതൻ എന്നേക്കുമുണ്ട്. അതുകൊണ്ട് ഇയാൾക്ക് എന്നേക്കും രക്ഷിക്കാൻ കഴിയും. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തോ. പോരാ 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 പോരാ, ശക്തിയോടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വരിക 11-ാമത്തെ വാക്യത്തിലേക്ക് വരിക. 7-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് വരിക. ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണ്ണത വന്നെങ്കിൽ, ശ്രദ്ധിച്ചു കേക്ക്. ലേവ്യ പൗരോഹിത്യം കൊണ്ട് ഫുൾനെസ് വന്നെങ്കിൽ, സമ്പൂർണ്ണത വന്നെങ്കിൽ, അതിൻ കീഴല്ലോ ജനം ന്യായപ്രമാണം പ്രാപിച്ചത് അഹരോന്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്തൊരാവശ്യം. എന്നാ പിന്നെ ആവശ്യം? ഇപ്പൊ ആവശ്യം എന്തുകൊണ്ട് വന്നു എന്ന് പറയാ. പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണത്തിനും കൂടെ മാറ്റം വരേണ്ടത് ആവശ്യം. എന്നാൽ ഇത് ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ? അവൻ വേറൊരു ഗോത്രത്തിലുള്ളവൻ. അവൻ ലേവിയ ഗോത്രത്തിലുള്ളവനല്ല, അവൻ യഹൂദാ ഗോത്രത്തിലുള്ളതാ. യഹൂദാ ഗോത്രത്തിൽ ഒരുത്തനും പൗരോഹിത്യം കൊടുത്തിട്ടില്ല. പൗരോഹിത്യം കൊടുത്തതെല്ലാം ലേവിയ ഗോത്രത്തിലുള്ളവർക്കാ. എന്നാൽ ഇവൻ വേറൊരു ഗോത്രത്തിലുള്ളവൻ. ആ ഗോത്രത്തിൽ നിന്ന് ആരും പുരോഹിതനായിട്ടില്ല. വായിച്ചോ. എന്നാൽ 13-ാം വാക്യം വായിച്ചു. എന്നാൽ ഇത് ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ? അവൻ വേറൊരു ഗോത്രത്തിലുള്ളവൻ. ആ ഗോത്രത്തിൽ ആരും യാഗപീഠത്തിങ്കൽ ശുശ്രൂഷ ചെയ്തിട്ടില്ല. യഹൂദയിൽ നിന്ന് നമ്മുടെ കർത്താവ് ഉദിച്ചു. സ്പഷ്ടമല്ലോ. ആ ഗോത്രത്തോട് മോശ പൗരോഹിത്യം സംസാരിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. മോശ പൗരോഹിത്യം സംബന്ധിച്ച് സംസാരിച്ചതെല്ലാം ആരോടാന്നറിയാമോ? ലേവ്യ ഗോത്രത്തോടാണ്. യഹൂദാ ഗോത്രത്തിലെ ഒരുത്തനോടും മോശ പൗരോഹിത്യം സംബന്ധിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല. പക്ഷെ ഇതാ, യാഗപീഠത്തിൽ ശുശ്രൂഷിക്കാത്തവൻ, യാഗപീഠത്തിൽ പോകാത്തവൻ, യാഗമർപ്പിക്കാൻ കൽപ്പന കൊടുത്തിട്ടില്ലാത്തവൻ ഇതാ വേറൊരു ക്രമത്തിൽ പുരോഹിതനാകുന്നു. ഏത് പുരോഹിതൻ? ആ പുരോഹിതന്മാരെ പോലെയുള്ള പുരോഹിതനല്ല. ഇവിടെ ഇതാ വേറൊരു പുരോഹിതൻ വരുന്നു. എന്നേക്കുമുള്ള പുരോഹിതൻ. തനിക്ക് വേണ്ടി പാപയാഗം അർപ്പിക്കേണ്ടിയ ആവശ്യമില്ലാത്ത പുരോഹിതൻ. കരമടിച്ചോ, യേശുവിന് മഹത്വം കൊടുത്തു. തനിക്ക് വേണ്ടി. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആ പുരോഹിതന്റെ ന്യൂനത എന്തായിരുന്നു? ഈ പുരോഹിതന്റെ ശ്രേഷ്ഠത എന്താണ്? ആ പുരോഹിതൻ ജനത്തിന് പാപയാഗം അർപ്പിക്കുന്ന പോലെ തന്നെ തനിക്ക് വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടിയവനായിരുന്നു. എന്നാൽ ഈ പുരോഹിതന്റെ ശ്രേഷ്ഠത എന്താണെന്നറിയാമോ? ഈ പുരോഹിതൻ പാപയാഗം തനിക്ക് വേണ്ടി അർപ്പിക്കേണ്ടവനല്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, ഈ പുരോഹിതൻ യാഗപീഠത്തിൽ പോയിട്ടില്ല. യാഗം സംബന്ധിച്ചൊന്നും ഈ പുരോഹിതനെ കുറിച്ച് ഈ പുരോഹിതനോട് മോശയുടെ ന്യായപ്രമാണത്തിന് അരുളി ചെയ്തിട്ടില്ല. കാരണം മോശയുടെ നേതൃത്വത്തിൽ ലിഖിത ന്യായപ്രമാണം വരുന്നതിന് മുമ്പേ മൽക്കിസദേക്ക് എന്ന പഴയ നിയമത്തിൽ ജീവാരംഭവും ജീവാവസാനവും രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ആ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനായ ആളാണ് ഈ യേശു. കരമടിച്ച് ഈ യേശുവിന്റെ മഹത്വത്തിനായിട്ട് ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. വലിയ രഹസ്യമാ, വലിയ രഹസ്യമാ. തുറന്നെടുത്തേ പറ്റൂ. ഹല്ലേലൂയ. 14 നോക്ക്. യഹൂദയിൽ നിന്ന് കർത്താവ് ഉദിച്ചു എന്ന് സ്പഷ്ടമല്ലോ. യഹൂദ്യ ഗോത്രം, അതാ ഇവിടുത്തെ വിഷയം. യഹൂദ ഗോത്രത്തോട് പൗരോഹിത്യം സംബന്ധിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല. ആ ഗോത്രത്തിൽ നിന്ന് ഒരു നിത്യ പുരോഹിതൻ വരുമെന്ന് ആർക്കും അറിയില്ല. ആരാ പുരോഹിതൻ? ഇങ്ങോട്ട് നോക്കിക്കേ, ആരാ പുരോഹിതൻ? ദൈവത്തിന് ഒരു കൈയും ജനത്തിന് മറുകൈയും കൊടുത്ത് ദൈവത്തിനും മനുഷ്യനും നടുവിൽ നിൽക്കുന്നവനാ പുരോഹിതൻ. പുതിയ നിയമത്തിൽ വരുമ്പോൾ പൗരോഹിത്യം ഇല്ലെന്ന ആൾക്കാർ പഠിപ്പിക്കുന്നത്. പക്ഷെ ഞാൻ വ്യക്തമായിട്ട് പറയാം, പുതിയ നിയമത്തിലേ പൗരോഹിത്യം ഉള്ളൂ. പഴയ നിയമത്തിലെ പൗരോഹിത്യം കുറവുള്ള പൗരോഹിത്യമാണ്. പഴയ നിയമത്തിലെ പൗരോഹിത്യം മനുഷ്യന്റെ ന്യൂനതകളെ മാറ്റുവാൻ കഴിയാത്ത പൗരോഹിത്യമാണ്. എന്നാൽ പുതിയ നിയമത്തിൽ ഒരു പൗരോഹിത്യമുണ്ട്. ഈ പൗരോഹിത്യം ലേവ്യ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം അല്ല. ഇത് മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ്. ഇത് കുറച്ച് നാളത്തേക്കുള്ളതല്ല, ഇത് എന്നേക്കുമുള്ള പൗരോഹിത്യമാണ്. ഇത് പാപയാഗം പുരോഹിതൻ അർപ്പിക്കേണ്ടിയ ആവശ്യമില്ലാത്ത പൗരോഹിത്യമാണ്. ഈ പൗരോഹിത്യം ചെയ്യുന്ന മഹാപുരോഹിതനാകുന്ന യേശു നിങ്ങൾക്കും എനിക്കും വേണ്ടി ദൈവത്തിന്റെ അടുക്കൽ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്കും എനിക്കും സമയഭേദം കൂടാതെ കൃപയുടെ ഇരിപ്പിടത്തിലേക്ക് അടുത്ത് ചെന്ന് യേശുവെന്ന് വിളിക്കാൻ അവസരം ലഭിച്ചത്. ഹല്ലേലൂയ. ഈ അധ്യായം മുഴുവൻ എനിക്ക് വിശദീകരിക്കാൻ താല്പര്യമാണ്. ചില സമയം നമ്മളിത് കേൾക്കാൻ വേണ്ടി പോവാ. ഒന്ന് കരം ഉയർത്തി വന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഇനി കുറച്ച് വാക്യം കൂടെ താഴേക്ക് ഒന്ന് വായിച്ചോട്ടെ. 16 വാക്യം ഒന്ന് വായിക്കേ. മൽക്കിസദേക്കിന് സദൃശനായി ഉദിക്കുന്നു എങ്കിൽ, മൽക്കിസദേക്കിന് സദൃശനായി യഹൂദിയിൽ നിന്ന് ഒരുത്തൻ ഉദിക്കുന്നു എങ്കിൽ അത് ഏറ്റവും അധികം തെളിയുന്നു. അത് ഏറ്റവും അധികം തെളിയുന്നു. ഏതേറ്റവും അധികം തെളിയുന്നു? ഇങ്ങോട്ട് നോക്കി. ഏതേറ്റവും അധികം തെളിയുന്നു? മൽക്കിസദേക്കിന് സമനായി ഒരുത്തൻ യഹൂദിയിൽ നിന്ന് ഉദിക്കുന്നുവെങ്കിൽ. ഇങ്ങോട്ട് നോക്കി. മൽക്കിസദേക്ക് പുരോഹിതനായ സമയത്ത് ഗോത്രങ്ങളില്ല. ഹലോ, ഗോത്രങ്ങൾ തുടങ്ങുന്നത് അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന്റെ മകനായ യാക്കോബിലൂടെയാണ്. അബ്രഹാം അബ്രഹാം ജീവിച്ചിരുന്ന കാലത്ത്, മൽക്കിസദേക്ക് പുരോഹിതനായിരുന്ന കാലത്ത് ഗോത്രങ്ങളില്ല, ഗോത്ര തലവനായ യാക്കോബില്ല. പക്ഷെ ഇവിടെ ഇതാ യഹൂദിയിൽ നിന്ന് ഒരുത്തൻ ഉദിക്കുമെന്ന് പറഞ്ഞു. ആ പൗരോഹിത്യത്തിന്റെ പിന്തുടർച്ച. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇവിടെ നിങ്ങൾ കാണേണ്ടിയത്, മൽക്കിസദേക്കിന്റെ പൗരോഹിത്യം ഇവിടെ തുടങ്ങി. എന്നാൽ മൽക്കിസദേക്കിന്റെ പൗരോഹിത്യം അവിടെ മൽക്കിസദേക്കിൽ നിന്ന് തുടർമാനമായിട്ട് എങ്ങോട്ടും പോയില്ല. ഇതെങ്ങോട്ട് പോകുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാ എല്ലാവരും വിചാരിച്ചു ലേവിയ കുടുംബത്തിലേക്ക് ഇത് കയറി പോകുമെന്ന്. പോയില്ല. വചനം പറയാണ്, യാഗപീഠത്തിൽ കയറാത്ത. എനിക്ക് ആ വചനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. യാഗപീഠത്തിൽ കയറാത്ത, യാഗം ചെയ്യാത്ത, യാഗം സംബന്ധിച്ച് ദൈവം ഒന്നും പറഞ്ഞിട്ടില്ലാത്ത ഗോത്രത്തിൽ നിന്ന് ഒരുത്തൻ പുറത്തു വന്നു. യഹൂദിയിൽ നിന്ന് ഉദിക്കുമെന്ന പ്രവചനത്തിനൊത്തവണ്ണം. ആ 2 വാക്യം കൂടെ ചേർത്ത് വായിച്ചു. ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല. 13-14. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ. എന്നാൽ ഇത് ആരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു? അവൻ വേറൊരു ഗോത്രത്തിലുള്ളവൻ. ആ ഗോത്രത്തിൽ ആരും യാഗപീഠത്തിൽ ശുശ്രൂഷ ചെയ്തിട്ടില്ല. യഹൂദയിൽ നിന്ന് നമ്മുടെ കർത്താവ് ഉദിച്ചു എന്ന് സ്പഷ്ടമല്ലോ. ആ ഗോത്രത്തോട്
ഗോത്രത്തോട് മോശ പൗരോഹിത്യം സംബന്ധിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും കൽപ്പിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഈ പുരോഹിതനെ മോശ അവരോധിച്ചതല്ല. എത്ര പേർക്ക് മനസ്സിലായി? മോശ അവരോഹിച്ച മുഴുവൻ പൗരോഹിത്യങ്ങളും കാലത്തിലേക്കേ ഉള്ളൂ. എന്നാൽ നിത്യനായ ദൈവത്തിന് മാത്രമേ നിത്യപുരോഹിതനെ, ഓ ഹല്ലേലൂയ, എത്ര പേർക്ക് മനസ്സിലായി? അത് നിത്യനായ ദൈവത്തിന് മാത്രമേ നിത്യപുരോഹിതനെ അവരോധിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇതാ, നിത്യനായ ദൈവം നിത്യപുരോഹിതനെ അവരോധിച്ചിരിക്കുന്നു. ആ നിത്യപുരോഹിതനാണ് യേശു. ഹല്ലേലൂയ. എന്നെ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, എബ്രായ കൂട്ടത്തിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? ഇവർ പറയുന്നത് ഞങ്ങൾക്ക് ലേവ്യ പൗരോഹിത്യമുണ്ട്, ഞങ്ങൾക്ക് ലേവ്യ പൗരോഹിത്യമുണ്ട്, ഞങ്ങൾക്ക് ലേവ്യ പൗരോഹിത്യമുണ്ട്, ഇനി യേശുവിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. ശ്രദ്ധ കേൾക്കണേ, ഞങ്ങൾക്ക് ലേവ്യ പൗരോഹിത്യമുണ്ട്, യേശുവിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ പുരോഹിതന്മാരുണ്ട്, ഞങ്ങൾക്ക് യാഗപീഠമുണ്ട്, ഞങ്ങൾക്ക് യാഗവസ്തുവുണ്ട്, ഞങ്ങൾക്ക് യാഗം നടത്താൻ പുരോഹിതന്മാരുണ്ട്, യേശുവിൻ്റെ ഒന്നും ആവശ്യം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പറയുന്നത്, അയ്യോ, യേശുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠത അറിയാത്തതുകൊണ്ടാ യേശു എന്ന പുരോഹിതനെ നിങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞത്. യേശു എന്ന പുരോഹിതൻ നിങ്ങൾ കണ്ട പുരോഹിതന്മാരെ പോലെ അല്ല. അപ്പൊ അവര് കണ്ട പുരോഹിതന്മാർ ആരൊക്കെയാ? ലേവ്യ ക്രമത്തിലുള്ള പുരോഹിതന്മാരാ. ഓ, എത്ര പേർക്ക് മനസ്സിലാകും? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അവര് കണ്ട പുരോഹിതന്മാരാരാ? ലേവ്യ ക്രമത്തിലുള്ള പുരോഹിതന്മാരാ. ലേവ്യ ക്രമത്തിലുള്ള മഹാപുരോഹിതന്മാരെയാ കണ്ടത്. എന്നിട്ട് കണ്ടവരെ എങ്ങനെയാ കണ്ടത്? കണ്ടവരെല്ലാം മനുഷ്യന്റെ കയ്യിൽ നിന്ന് മേടിച്ചോണ്ട് പോകും, ദൈവത്തിന് കൊണ്ട് അർപ്പിച്ചിട്ട് വരും. അവസാനം അർപ്പിക്കാൻ പോകുന്ന വ്യക്തിയും പറയും, ഞാനും പാപിയാ, അതുകൊണ്ട് എനിക്കും പാപയാഗം അർപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയുള്ള പുരോഹിതന്മാരെ ലേവ്യ ക്രമത്തിൽ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ ഇവിടെ ഇതാ യേശു എന്ന പുരോഹിതൻ. ആ പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠതയാണ് ഇവിടെ പറയുന്നത്. പുതിയ നിയമത്തിൽ പൗരോഹിത്യം ഉണ്ടോ? പുതിയ നിയമത്തിലാണ് യഥാർത്ഥ പൗരോഹിത്യം ഉള്ളത്. ഹല്ലേലൂയ. പുതിയ നിയമത്തിലെ യഥാർത്ഥ പൗരോഹിത്യം എങ്ങനെയാ വചനം വിശദീകരിക്കുന്നതെന്ന് നോക്കിയേ. മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള നിത്യ പൗരോഹിത്യം. ഈ പൗരോഹിത്യ പ്രകാരമാണ്, ഈ പുരോഹിതന്റെ പ്രകാരമാണ് നാം രാജകീയ പുരോഹിത വർഗമായത്. എത്ര പേർക്ക് മനസ്സിലായി? ഒന്നുകൂടെ ഞാൻ പറയാം. ഈ പുരോഹിതന്റെ പൗരോഹിത്യ പ്രകാരമാണ് നാം രാജകീയ പുരോഹിത വർഗമായി തീർന്നത്. ഇവിടെ ഇങ്ങോട്ട് എന്നോട് ചേർന്നൊന്ന് വന്നേ, എൻ്റെ കൂടെ ഒപ്പം ഒന്ന് വന്നേ. ഒന്നാമത്തെ കേൾക്കുക. ശാലോം രാജാവ്, ഓക്കെ, രാജാവുമായിരുന്നു. രണ്ടാമത് പുരോഹിതനുമായിരുന്നു. ഓക്കെ, അത് ദൈവപുത്രനോട് തുല്യം. ചേർത്ത് പിടിക്കേ. ശാലോം രാജാവ് രാജാവുമായിരുന്നു, പുരോഹിതനുമായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ 2 എണ്ണം ഉണ്ടായിരുന്നു. പറഞ്ഞേ, എന്തൊക്കെയായിരുന്നു? കിങ്ഹുഡും ഉണ്ടായിരുന്നു, കിങ്ഷിപ്പും ഉണ്ടായിരുന്നു, പിന്നെ പ്രീസ്റ്റ്ഹുഡും ഉണ്ടായിരുന്നു. കിങ്ഷിപ്പും പ്രീസ്റ്റ്ഹുഡും ഒരുപോലെ ഉണ്ടായിരുന്നു. ആരുടെ കയ്യില്? ഉറക്കെ പറ. ശാലോം രാജാവായ മൽക്കിസദേക്കിന്റെ കയ്യില്. യേശുവിനും ഇത് 2 ഒരുപോലെയാ കൊടുത്തേ. പറഞ്ഞേ, രാജാവുമായിരുന്നു, ഉറക്കെ പറ, രാജാവുമായിരുന്നു, പുരോഹിതനുമായിരുന്നു. ഇനി എന്ത് മൽക്കിസദേക്കിനുണ്ടായിരുന്നോ അത് യേശുവിനുണ്ടായിരുന്നു. യേശു രാജാവും പുരോഹിതനുമായിരുന്നു. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ഇത് തന്നെയാ കൊടുത്തേ, രാജാവും പുരോഹിതനും. അതാ പറയുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതി, രാജകീയ പുരോഹിത വർഗം. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തു. രാജകീയ പുരോഹിത വർഗം, സ്വന്തം ജനം, വിശുദ്ധ വംശം. ഓ, ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി എന്നൊന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. യേശുവിന്റെ പൗരോഹിത്യത്തെ കുറിച്ച് 7-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം ഒന്ന് വായിച്ചേ നിങ്ങൾ. യേശുവിന്റെ പൗരോഹിത്യത്തെ, ഇവനോ നീ എന്നേക്കും പുരോഹിതനെന്ന്. എന്നേക്കും പുരോഹിതൻ. ഉറക്കെ പറ, നീ എന്നേക്കും പുരോഹിതൻ. ഉറക്കെ പറ, നീ എന്നേക്കും പുരോഹിതൻ. യേശു എന്നേക്കും പുരോഹിതൻ. ഉറക്കെ പറ, യേശു എന്നേക്കും പുരോഹിതൻ. വായി തുറന്ന് പറ, യേശു എന്നേക്കും പുരോഹിതൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിനും മനുഷ്യനും നടുവിൽ നിൽക്കുന്ന ആളായിരുന്നു പുരോഹിതൻ. എന്നാൽ ആ പുരോഹിതന്മാരെല്ലാം പ്രായാധിക്യത്താൽ മരിച്ചുപോയി. ഇവിടെ ഇതാ എന്നേക്കും പുരോഹിതൻ. ഹല്ലേലൂയ. വലിയ വിഷയമായത്. നിങ്ങൾ കുറേ മണിക്കൂറുകൾ ശാന്തമായിട്ട് ഇത് കേട്ടാലേ ഇത് വിശദീകരിക്കാൻ പറ്റുകയുള്ളൂ. 4 ഫേസിലാണ് ഇത് വിശദീകരിക്കും. ഞാൻ എൻ്റെ ടോട്ടൽ ഐഡിയ ഒന്ന് പറയാം. നല്ലതായിട്ട് ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടി ആ ടോട്ടൽ ഐഡിയ ഒന്ന് പറയാം. 4 ഫേസിലാണ് ഇത് വിശദീകരിക്കുന്നത്. ഒന്ന്,
പഴയ നിയമത്തിലെ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം, 2 ലേവ്യ പൗരോഹിത്യം. ലേവ്യ പുരോഹിതന്മാർ ഇവിടെ കൈപ്പണിയായ കൂടാരത്തിലൂടെ കടന്നുപോയി യാഗമർപ്പിക്കുകയും യാഗകർമ്മക്രിയകൾ ചെയ്യുകയും ചെയ്തു. ഇനി യേശുവിൻ്റെ പൗരോഹിത്യത്തിൽ യേശു കടന്നുപോയി യാഗം അർപ്പിച്ചതും കടന്നുപോയി യാഗത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്തതും ഒരു കൈപ്പണിയായ കൂടാരത്തിലൂടെ അല്ല. ഹല്ലേലൂയ. ഇവിടെയാണ് രക്ഷയുടെ ഭദ്രത നമ്മൾ അറിയുന്നത്. നിങ്ങൾക്കും എനിക്കും കിട്ടിയ രക്ഷയുടെ ഉറപ്പ് ഇവിടെയാണ് മനസ്സിലാകുന്നത്. ഇവിടുത്തെ പുരോഹിതന്മാർ കൈപ്പണിയായ കൂടാരത്തിലൂടെ കടന്നുപോയി പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തപ്പോൾ യേശു എന്ന പുരോഹിതൻ ഇതാ കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി തികവേറിയ കൂടാരത്തിലൂടെ കടന്നുപോയി എന്നേക്കുമുള്ള രക്ഷ സാധിച്ചു. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ആണ്ടിലൊരിക്കൽ കൈപ്പണിയായതിലൂടെ കടന്നുപോയി പുരോഹിതന്മാർ ഒരിക്കൽ യാഗമർപ്പിക്കുമ്പോൾ യേശു എന്ന നിത്യപുരോഹിതൻ കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി തികവേറിയ കൂടാരത്തിലൂടെ കടന്നുപോയി എന്നേക്കുമായുള്ള ഏകയാഗം അർപ്പിച്ചിരിക്കുന്നു. കരമടിച്ച് ആ ഏകയാഗത്താൽ നിങ്ങളെയും എന്നെയും പരിപൂർണരാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം ഈ ലേവ്യ പുരോഹിതന്മാർ ശുശ്രൂഷിച്ച ഒന്ന് നമ്പർ ഇട്ട് പറയാം. അപ്പം എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം, ചിന്തിക്കേണ്ടവർക്ക് ചിന്തിക്കാം. 1, ലേവ്യ പൗരോഹിത്യം പിന്തുടർച്ചയുള്ളവയായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം ഇവിടെ വിശദീകരിക്കുന്നത് മൽക്കിസദേക്കിൽ നിന്ന് തുടർന്നു വന്നതല്ല, മൽക്കിസദേക്കിൽ നേരെ പോയത് യേശുവിലായിരുന്നു. ഇനി ലേവ്യ പൗരോഹിത്യം മരിച്ചൊതുങ്ങുന്നതായിരുന്നു, യേശുവിൻ്റെ പൗരോഹിത്യം ജീവിച്ചു വാഴുന്നതായിരുന്നു. ലേവ്യ പൗരോഹിത്യം തികവില്ലാത്തതായിരുന്നു, മനുഷ്യനെ തികവിലേക്ക് നയിച്ചില്ല. യേശുവിൻ്റെ പൗരോഹിത്യം തികവിലേക്ക് നയിച്ചു. ലേവ്യ പൗരോഹിത്യത്തിൽ പുരോഹിതന് ജനത്തിൻ്റെ ബലഹീനതയിൽ സഹതാപം ഉണ്ടെങ്കിലും രക്ഷിക്കാൻ പറ്റുകയില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ യേശുക്രിസ്തു എന്ന പുരോഹിതന് മനുഷ്യനെ രക്ഷിക്കാൻ കഴിയും. ഹല്ലേലൂയ. ലേവ്യ പുരോഹിതന്മാർക്ക് മനുഷ്യൻ്റെ ബലഹീനതയിൽ സഹതാപം കാണിക്കാൻ പറ്റുമെങ്കിലും രക്ഷിക്കാൻ ഒക്കത്തില്ല. അവരുടെ സഹതാപം കാണിക്കാൻ പറ്റും അവർക്ക്, പക്ഷെ രക്ഷിക്കാൻ ഒക്കത്തില്ല. പക്ഷേ യേശു എന്ന പുരോഹിതൻ്റെ പൗരോഹിത്യത്തിന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇനിയുള്ള അധ്യായം മുഴുവൻ എബ്രായ ലേഖനം നിങ്ങൾ വായിച്ചു നോക്കിയോ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പുരോഹിതനുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പുരോഹിതൻ ഉള്ളതുകൊണ്ട് അടുത്തിയല്ല്, സമയഭേദം കൂടാതെ അടുത്തിയല്ല്, അപ്പാന്ന് വിളിച്ചോ, വേഗം വാ, അടുത്ത് വാ. എന്നാ പറയാൻ കാര്യം? തികവുള്ള, ഹല്ലേലൂയ, കുറവില്ലാത്ത, ബലഹീനമല്ലാത്ത, പാപയാഗം ആവശ്യമില്ലാത്ത, മരണം കൊണ്ട് മാറിപ്പോകാത്ത നിത്യ പൗരോഹിത്യത്താൽ എന്നേക്കും പുരോഹിതനായ യേശുക്രിസ്തു എന്ന ഏക പുരോഹിതന്റെ നിത്യ പൗരോഹിത്യത്താൽ പുരോഹിതന്മാരായി മാറ്റപ്പെട്ടിരിക്കുന്നു. പുരോഹിതരായി യേശു മാറ്റപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു പുരോഹിതൻ നമുക്കവിടെ ഉള്ളത് കൊണ്ട് നിങ്ങൾ പിടിച്ചതിനെ മുറുക്കെ പിടിച്ചുകൊള്ളുക. പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാകുന്നു. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. താഴേക്കുള്ള വാക്യങ്ങളോട് ഞാൻ വേഗത്തിൽ കൊണ്ടുവരാം. ഇവനോ, 21-ാമത്തെ വാക്യം, ഇവനോ യേശുവോ എന്നേക്കും പുരോഹിതൻ എന്ന് കർത്താവ് സത്യം ചെയ്തു. അനുദപിക്കുകയല്ല. യേശുവിന് പൗരോഹിത്യം കൊടുത്തതിന്റെ പേരിൽ ദൈവം അനുദപിക്കുകയില്ല. യേശുവിന് കൊടുത്ത പൗരോഹിത്യത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? ആ വാക്യത്തിന് അടിവരയിടുക. എന്നേക്കും പുരോഹിതൻ എന്ന് കർത്താവ് സത്യം ചെയ്ത് അനുദപിക്കുകയുമില്ല എന്ന് തന്നോട് അരുളി ചെയ്തു. 23-ാം വാക്യം, മരണം നിമിത്തം അവർക്ക് നിലനിൽപ്പാൻ നിർത്തി വായിക്കും. മരണം നിമിത്തം അവർക്ക് നിലനിൽപ്പാൻ മുടക്കം വരികയുണ്ട്. നോക്ക്, മരണം നിമിത്തം അവർക്ക്, ആർക്ക്? ലേവ്യ പുരോഹിതന്മാർക്ക് മരണം നിമിത്തം നിലനിൽപ്പാൻ മുടക്കം വന്നതുകൊണ്ട്. ഒന്നുകൂടെ വായിക്കുക. മരണം നിമിത്തം അവർക്ക് നിലനിൽപ്പാൻ, ആർക്ക്? ലേവ്യ പുരോഹിതന്മാർക്ക് എന്നാ പറ്റി? മരണനിമിത്തം മുടക്കം വരികകൊണ്ട്. മരണനിമിത്തം നിലനിൽക്കാൻ മുടക്കം വരിക. ഉറക്കെ പറ. മരണനിമിത്തം നിലനിൽക്കാൻ മുടക്കം വന്നു. ആർക്ക്? ലേവ്യ പുരോഹിതന്. ഹല്ലേലൂയ. മരണനിമിത്തം നിലനിൽപ്പാൻ മുടക്കം വന്നു. മരണനിമിത്തം, നിങ്ങളുടെ ഉള്ളിൽ എഴുതാൻ വേണ്ടിയാ പല പ്രാവശ്യം പറയുന്നത്. മരണനിമിത്തം നിലനിൽപ്പാൻ മുടക്കം വന്നു. ഹല്ലേലൂയ. മരണനിമിത്തം നിലനിൽപ്പാൻ മുടക്കം വന്നു. മരണമില്ലാത്തവൻ, എന്നേക്കും നിലനിൽക്കുന്നവൻ, മുടക്കമില്ലാത്തവൻ യേശു എന്ന പുരോഹിതൻ.
ഹല്ലേലൂയ. മരണനിമിത്തം നിലനിൽപ്പാൻ മുടക്കം വന്ന അഹരോന്യ പുരോഹിതൻ മരണം കഴിഞ്ഞിട്ടും ജീവിക്കുന്നവൻ. വായിച്ചോ. ഇവനോ എന്നേക്കും ഇരിക്കുന്നതുകൊണ്ട് മാറാത്ത പൗരോഹിത്യമാകുന്നു. മാറാത്ത പൗരോഹിത്യം. ഉറക്കെ പറഞ്ഞ ആ വാക്ക്, മാറാത്ത പൗരോഹിത്യം. വായി തുറന്ന് പറ, മാറാത്ത പൗരോഹിത്യം. അപ്പൊ പുതിയ നിയമത്തിൽ പൗരോഹിത്യം ഉണ്ടോ? ഉണ്ട്. ഉറക്കെ പറ. പുതിയ നിയമത്തിലാ പൗരോഹിത്യം ഉള്ളേ. ഹല്ലേലൂയ. പുതിയ നിയമത്തിലെ പൗരോഹിത്യത്തിന്റെ കാര്യം ഇവിടെ പറയുന്നത്. മാറാത്ത പൗരോഹിത്യം പ്രാപിച്ചവൻ. ആ പദം ഒന്ന് പറഞ്ഞേ, മാറാത്ത പൗരോഹിത്യമാകുന്നു. ഇവനോ എന്നേക്കും ഇരിക്കുന്നതുകൊണ്ട് മാറാത്ത പൗരോഹിത്യമായിരുന്നു പ്രാപിച്ചത്. എന്നിട്ട് 25-ാമത്തെ വാക്യം കാണാതെ ഒരാൾ പോലും പോലെ. പ്ലീസ് 25-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു കേട്ടോ. 25. അതുകൊണ്ട് താൻ മുഖാന്തരമായി. അതുകൊണ്ട് ഏതുകൊണ്ട്? 25 വാക്യത്തിൽ കമ്പാരിസൺ ആയിരുന്നു. ഇങ്ങോട്ട് നോക്ക്, കമ്പാരിസൺ ആയിരുന്നു. എന്നായിരുന്നു കമ്പാരിസൺ? മൽക്കിസദേക്കിന്റെ പൗരോഹിത്യം അല്ല, മൽക്കിസദേക്കിന് യേശുവിന്റെ പൗരോഹിത്യം, അഹരോന്യ പൗരോഹിത്യം, ലേവ്യ പൗരോഹിത്യം. യേശുവിന്റെ പൗരോഹിത്യം, ലേവ്യ പൗരോഹിത്യം. ഈ വിശദീകരണം തന്നിട്ട് അതുകൊണ്ട് 25-ാം വാക്യം, അതുകൊണ്ട് ഏതുകൊണ്ട്? മറുപടി പറ. ഏതുകൊണ്ട്? ഇങ്ങനെ ഒരു പുരോഹിതൻ നീങ്ങാത്ത, മരണം കൊണ്ട് മാറിപ്പോകാത്ത, എന്നേക്കും നിലനിൽക്കുന്ന, മാറാത്ത പൗരോഹിത്യമുള്ള ജനത്തെ ദൈവത്തിന്റെ അടുക്കലേക്ക് ഏത് സമയത്തും കൊണ്ടുചെല്ലാൻ പറ്റുന്ന, ഓ ഹല്ലേലൂയ, ഇങ്ങനെ ഒരു പുരോഹിതൻ നിങ്ങൾക്കുണ്ട്. 25-ാം വാക്യം, അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തിന്റെ അടുക്കലേക്ക് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷത്ത് നിന്ന് വാദിക്കാൻ സദാ ജീവിക്കുന്നവൻ, അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ. ഓ, കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തു. സദാ ജീവിക്കുന്നവൻ, അവരെ പൂർണ്ണമായിട്ട് രക്ഷിക്കാൻ അവൻ പ്രാപ്തനാകുന്നു. ഹല്ലേലൂയ. ഇങ്ങോട്ട് നോക്കിക്കേ. പഴയ നിയമത്തിലെ പുരോഹിതന്മാര് മനുഷ്യരെ രക്ഷിച്ചിരുന്നില്ല. പഴയ നിയമത്തിലെ പുരോഹിതന്മാര് രക്ഷയുടെ മാർഗം പറഞ്ഞു കൊടുത്തിരുന്നു. എൻ്റെ കയ്യിൽ ആടിനെ തരുവാണെങ്കിൽ നിങ്ങളുടെ പേരിന് ഞാൻ കൊണ്ടേ അർപ്പിക്കാട്ടോ. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ കയ്യിൽ തടിപ്പിച്ച മൃഗത്തെ തരുവാണെങ്കിൽ നിങ്ങളുടെ പേരിൽ കൊണ്ടേ അർപ്പിക്കാം കേട്ടോ. അതല്ലാതെ സോറി, എനിക്ക് രക്ഷ വരുത്താൻ പറ്റുകയില്ല. ഇവിടെ നോക്ക്, യേശു എന്ന പുരോഹിതനെ കാണ്. ഞങ്ങളുടെ അച്ഛനെ ഒന്ന് കാണ്, നിങ്ങളുടെ വല്യച്ഛനെ ഒന്ന് കാണ്, ഞങ്ങളുടെ വലിയ തിരുമേനിയെ ഒന്ന് കാണ്. ദേ നിൽക്കുന്നു, ഒന്നറിയേ. എൻ്റെ കർത്താവേ, അങ്ങ് എത്ര ശ്രേഷ്ഠനാ. എന്നേക്കും ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുക്കുന്നവരെ പറഞ്ഞു, എന്നേക്കും ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവൻ പ്രാപ്തനാ. ഇന്ന് നിങ്ങളെ രക്ഷിക്കാൻ പ്രാപ്തനായ ഒരു പുരോഹിതന്റെ അടുക്കലേക്കാ നിങ്ങൾ വന്നിരിക്കുന്നേ. പോരാ, കരമടിച്ച് യേശുവിനെ സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. പൊതുവെ എബ്രായ ലേഖനം ആര് പഠിപ്പിക്കാൻ തുടങ്ങിയാലും, പ്രത്യേകിച്ച് ഈ പൗരോഹിത്യത്തിന്റെ ഭാഗം വരുമ്പോഴത്തേക്കും സകല പള്ളിയിലച്ചന്മാരെയും കുറ്റം പറയും. നിങ്ങളുടെ കുപ്പായത്തിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ പുരോഹിതനായിരിക്കുന്നതിന്റെ കാര്യമായി പറയുന്നത്. സത്യത്തിൽ എൻ്റെ പ്രിയമുള്ളവരെ, എബ്രായ ലേഖനം എഴുതുന്ന സമയത്ത് നിങ്ങൾ ഈ കാണുന്ന ഓർത്തഡോക്സ് പള്ളിയുണ്ടോ? നിങ്ങൾ ഈ കാണുന്ന പള്ളിയിലുള്ള മർത്തോമ പള്ളിയിലെ അച്ഛനുണ്ടോ? നിങ്ങൾ ഈ കാണുന്ന കത്തോലിക്ക പള്ളിയിലെ അച്ഛനാണോ ഇവിടെ പറയുന്ന വിഷയം? ഇവിടെ പറയുന്ന വിഷയം ഇതേ അല്ല. ഇന്ന് കാണുന്ന പുരോഹിതന്മാർ ധരിക്കുന്ന വസ്ത്രമോ ഇവരിവിടെ പറയുന്ന രീതിയോ അല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ പുരോഹിതൻ മഹാപുരോഹിതൻ, പഴയ നിയമത്തിലെ പൗരോഹിത്യ വസ്ത്രം ധരിച്ചവൻ. ഇന്ന് കാണുന്ന അച്ഛന്മാരിടുന്ന കുപ്പായം അല്ല അവരിട്ടിരുന്നത്. നിങ്ങൾക്കറിയാമോ, 12 തരത്തിലുള്ള നൂലുകൾ തൂക്കിയിട്ട കുപ്പായം, രത്നം പതിപ്പിച്ച, ഓരോരോ രത്നങ്ങൾക്കും ഓരോരോ അർത്ഥം വരുന്ന, ഇന്നത്തെ കണക്കനുസരിച്ച് നോക്കിയാൽ ഏകദേശം 12 ലക്ഷം രൂപ വേണം അതുപോലൊരു കുപ്പായം മേടിക്കണമെങ്കിൽ. പഴയ നിയമത്തിലെ പുരോഹിതന്റെ
കുപ്പായം ഇന്ന് മേടിച്ചിടണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 12 ലക്ഷം രൂപ വേണം. എന്നാലും അതിൻ്റെ ഒറിജിനൽ രത്നങ്ങളൊന്നും അന്ന് പതിപ്പിച്ച് കിട്ടുകയില്ല. ആ പതിപ്പിച്ച രത്നങ്ങൾ ഓരോന്നും ഓരോരോ വിഷയങ്ങളെ വിശദീകരിക്കുന്നവയായിരുന്നു. അതാ എബ്രായ ലേഖനകാരൻ ഇവിടെ പറയുന്നേ. അതല്ലാതെ ദൈവിക ശുശ്രൂഷകരായി നിയമിതരായി വരുന്ന ഇന്ന് നമ്മൾ കാണുന്ന പുരോഹിതന്മാരുടെ കാര്യമേ അല്ല ഇവിടെ പറയുന്നേ. പോയോ? ഇവിടെ വല്ലവരും ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആരിണങ്ങിയാലും പിണങ്ങിയാലും ഇതാ സത്യം. ഇവിടുത്തെ ഇന്ത്യയിലുള്ള പുരോഹിതന്മാർ നമ്മൾ കാണുന്നവർ എന്തിനാ പൗരോഹിത്യ വസ്ത്രം ധരിച്ചിരിക്കുന്നത്? അത് ഇന്ത്യൻ ക്രിസ്ത്യൻ പീനൽ കോഡ് അനുസരിച്ചുള്ള ഇന്ത്യൻ ക്രിസ്തീയ കൂട്ടങ്ങൾക്ക് വിഭജിച്ചു കൊടുത്തിട്ടുള്ള നിയമപരിരക്ഷയ്ക്കകത്തുള്ളതാണ്. ആ പുരോഹിതന്റെ വസ്ത്രം ഇങ്ങനെയായിരിക്കണം, അങ്ങനത്തെ വസ്ത്രം ഇട്ടുകൊണ്ടേ അയാൾക്ക് സാക്രഡോട്ടൽ ശുശ്രൂഷകൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഇന്ത്യൻ ക്രിസ്ത്യൻ ആക്ടിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ വസ്ത്രവിധാനമാണ് അവർ ധരിക്കുന്നത്. അല്ലാതെ പഴയ നിയമത്തിലെ മഹാപുരോഹിതൻ ഇട്ട വസ്ത്രമൊന്നുമല്ല. എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട്? എബ്രായ ലേഖനം പഠിപ്പിക്കുമ്പോഴത്തേക്കും മുഴുവൻ പേര് നാട്ടിലുള്ള അച്ഛന്മാരെ മുഴുവൻ കുറ്റം പറഞ്ഞിട്ടാണ് പഠിപ്പിക്കുക. നോ, ഇവിടെ പറയുന്ന അതേ അല്ല. എബ്രായ സഭ എങ്ങോട്ടാ പോയത്? എബ്രായ മതത്തിലേക്ക് പോയത്. ഏതാ എബ്രായ മതം? യഹൂദ മതമാണ്. യഹൂദ മതത്തിൽ ആരാ പുരോഹിതൻ? അവിടുത്തെ പുരോഹിതൻ അതാണ്. അവിടെ യാഗപീഠമുണ്ട്. അവിടെ തടിപ്പിച്ച ആടും മാടും യാഗപീഠമുണ്ട്. അതല്ല ഇവിടെ പറയുന്ന വിഷയം. ലേവ്യ പൗരോഹിത്യ ക്രമപ്രകാരം ഞാൻ പുരോഹിതനായെന്ന് പറയുന്ന ഒരു പുരോഹിതനെ പോലും നിങ്ങൾക്ക് ഇന്ന് കാണാൻ ഒക്കത്തില്ല. ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിവുള്ള അച്ഛന്മാരോട് പോയി ചോദിച്ചു നോക്കിക്കോ. ഒരൊറ്റ അച്ഛൻ പോലും ലേവ്യ പൗരോഹിത്യ പ്രകാരം പുരോഹിതനായി എന്ന് പറയുന്നവരില്ല. എല്ലാ അച്ഛന്മാരും പറയുന്നത് യേശു സ്ലീഹന്മാർക്ക് നൽകി, സ്ലീഹന്മാർ ഞങ്ങൾക്ക് നൽകിയ പൗരോഹിത്യ പ്രകാരം പുരോഹിതരായി എന്നാണ്. അത് യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യമാണ്. ഹലോ, ഒന്ന് മിണ്ടിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വാഭാവികമായിട്ടും ഈ അധ്യായം ഇത് കിട്ടുന്ന ഉടനെ, എബ്രായ ലേഖനം വായിക്കുന്ന ഉടനെ പുരോഹിതൻ എന്ന് കാണുന്നിടത്തെല്ലാം ഉന്നം വെക്കുന്നത് നോ, അത് കോണ്ടെക്സ്റ്റിന് വിപരീതമാണ് ആ വ്യാഖ്യാനം. എബ്രായ ക്രിസ്ത്യാനികൾ എബ്രായ മതത്തിൽ നിന്ന് യേശു ദൈവമെന്ന് വിശ്വസിച്ചവരാണ്. യേശു ദൈവമെന്ന് വിശ്വസിക്കാത്തവരായിരുന്നു എബ്രായ മതം. അതുകൊണ്ട് അവരുടെ പുരോഹിതന്മാർ എബ്രായ മതത്തിലുള്ള പുരോഹിതന്മാരായിരുന്നു. എന്നാൽ ഈ കൂട്ടങ്ങൾ, നാം കാണുന്ന നാമധേയ സഭകൾ യേശു ദൈവം എന്ന് വിശ്വസിക്കുന്നവരുടെ കൂട്ടമാണ്. ആമേൻ, ഹല്ലേലൂയ. സത്യസന്ധമായിട്ട് ഈ വാക്യത്തെ വിഭജിച്ചാട്ടെ, വചനത്തോട് കൂറ് പുലർത്തി ഈ വാക്യത്തെ വ്യാഖ്യാനിച്ചാട്ടെ. എന്താണ് ഇവിടെ പറയുന്ന വിഷയം? യേശുവിൻ്റെ പൗരോഹിത്യം തുടർമാനതയുള്ള പൗരോഹിത്യമല്ല. യേശുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ തുടർമാനത വ്യക്തികളിലാണ്. ആ വ്യക്തികളിൽ ഉണ്ടാകുന്ന പൗരോഹിത്യത്തിൻ്റെ തുടർമാനതയിലാണ് നിങ്ങളെയും എന്നെയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവുമാക്കി മാറ്റിയിരിക്കുന്നത്. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് മഹത്വം കൊടുക്കുക. പുതിയ നിയമത്തിൽ പൗരോഹിത്യമൊക്കെ അങ്ങ് പഴയ നിയമത്തിലേ ഉണ്ടായിരുന്നുള്ളൂ. പുതിയ നിയമത്തിൽ പൗരോഹിത്യം ഇല്ലെന്ന് പറയുന്നവർ ദയവായി എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം പഠിക്കുക. പുതിയ നിയമത്തിലാണ് യഥാർത്ഥ പൗരോഹിത്യം ഉള്ളത്. പുതിയ നിയമത്തിലെ പൗരോഹിത്യം മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ്, എന്നേക്കുമുള്ള പൗരോഹിത്യമാണ്. ഈ പുരോഹിതൻ നിങ്ങൾക്കും എനിക്കും ഉള്ളത് കൊണ്ടാണ് ഈ പുരോഹിതന്റെ നാമത്തിൽ, ഈ പുരോഹിതന്റെ പേരിൽ, അതുകൊണ്ട് വായിച്ചോ, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യാൻ സദാ ജീവിക്കുന്നവനുമാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവൻ പ്രാപ്തനാകുന്നു. പുതിയ നിയമ പൗരോഹിത്യത്തിന് കഴിയും പൂർണ്ണമായി രക്ഷിക്കാൻ. പഴയ നിയമ പൗരോഹിത്യത്തിന് പറ്റിയില്ല. ബലഹീനനായ മനുഷ്യന്റെ കാര്യങ്ങൾ കേട്ടിട്ട് അവന്റെ സഹതാപം കാണിക്കാൻ പറ്റിയെങ്കിലും അവനെ രക്ഷിക്കാൻ പഴയ നിയമ പുരോഹിതന് പറ്റിയില്ല. എന്നാൽ ഈ പുരോഹിതൻ, ഓ പ്രൈസ് ഗോഡ്,
8, 9, 10 അധ്യായം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 7, 8 അധ്യായം മുഴുവൻ പുരോഹിതന്റെ ശ്രേഷ്ഠതയാ. 9 അധ്യായം മുഴുവൻ പുരോഹിതന്റെ യാഗത്തിന്റെ ശ്രേഷ്ഠതയാ. 10 അധ്യായം മുഴുവൻ പുരോഹിതന്റെ യാഗം നടന്നു കഴിഞ്ഞതിന് ശേഷം ആ യാഗത്തിൽ വിശ്വസിക്കുന്നവരുടെ ശ്രേഷ്ഠതയാ. ഇതെല്ലാം പഠിപ്പിക്കാൻ പോവാ. കരമടിച്ചൊന്ന് യേശുവിനൊന്ന് മാത്രം കൊടുത്തേരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 8 അധ്യായം മുഴുവൻ യേശു എന്ന പുരോഹിതന്റെ ശ്രേഷ്ഠതയാ കാണുന്നേ. മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനായവൻ. ഈ ഗോത്രത്തോട് പൗരോഹിത്യം സംബന്ധിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും പറയാതെ എങ്ങനെയാടാ നീ പുരോഹിതനായേ? ഇത് ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റാ. ഇത് ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റാ. മോശയ്ക്ക് കൊടുത്ത് മോശ വഴിയായി വന്നതല്ലിത്. യേശുവിന് മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനെന്ന അഭിഷേകം മുന്നമേ കൊടുത്തതായിരുന്നു. ആ പൗരോഹിത്യത്തിന്റെ കീഴിലാണ് നിങ്ങളും ഞാനും ഉള്ളത്. അതുകൊണ്ടാ താൻ മുഖാന്തരം ഈ പുരോഹിതൻ വഴിയായി ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുക്കുന്നവരെ സദാകാലത്തേക്ക് രക്ഷിക്കുവാൻ കഴിവുള്ളവനായി ഈ പുരോഹിതൻ നിൽക്കുന്നത്. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് മഹത്വം കൊടുത്തു. ഓഹോ, ഞാൻ ആ വചനത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഇങ്ങനെയുള്ള 26-ാമത്തെ വാക്യം, 7-ാം അധ്യായത്തിന്റെ എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. ഇങ്ങനെയുള്ള ഒരു മഹാപുരോഹിതനല്ലോ നമുക്കുള്ളത്. പവിത്രൻ, അടിവരയിട്ടു. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. ആ മഹാപുരോഹിതന്മാരെ പോലെ പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായവൻ, പാപികളോട് വേർപെട്ടവൻ. ഈ ഗുണമൊന്നും അഹരോന്യ പൗരോഹിത്യത്തിൽ ഒരുത്തനും കിട്ടിയിട്ടില്ല. ഹല്ലേലൂയ. ആദ്യ പുരോഹിതൻ മുതൽ അവസാന പുരോഹിതനാവുന്ന സെക്കറിയ അച്ഛന് വരെ ഇത് കിട്ടിയിട്ടില്ല. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, സ്വർഗത്തെക്കാൾ. വായിച്ചോ വാക്ക്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. ആ മഹാപുരോഹിതന്മാരെ എന്നിട്ട് പറയാ, ഈ ഒരു പുരോഹിതനാ നമുക്കുള്ളത്. എന്നിട്ട് പറയാ, ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപത്തിനും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കും ദിനംപ്രതി യാഗം നടത്തുവാൻ ആവശ്യമില്ലാത്തവൻ തന്നെ. കരമടിച്ച് ഈ പുരോഹിതനായി, ഈ പൗരോഹിതന്റെ കീഴിൽ വന്നവർക്കായി ആദ്യം തന്റെ പാപത്തിന് പിന്നെ ജനത്തിന്റെ പാപത്തിന് യാഗമർപ്പിക്കേണ്ട ആവശ്യമില്ലാത്തവനായി ഇവൻ. ഈ പുരോഹിതൻ. ഏത് പുരോഹിതൻ? മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനായ, നമ്മുടെ പുരോഹിതനായ, മഹാപുരോഹിതനായ യേശു എന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ ഇവിടെ നിന്നോണ്ട് വിളിച്ചു പറയുന്നു, എന്നേക്കും. ഹല്ലേലൂയ. വായിച്ചു പോണേ ആ വാക്കുകള്. മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായി പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായി. 28-ാം വാക്യം ഞാൻ വായിച്ച് അവസാനിപ്പിക്കാം. ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ, മോശയുടെ നിയമം ബലഹീന മനുഷ്യന്മാരെ മഹാപുരോഹിതന്മാരാക്കുന്നു. ന്യായപ്രമാണത്തിന് ശേഷമുള്ള ആണയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനെ പുരോഹിതനാക്കുന്നു. ന്യായപ്രമാണം ബലഹീനന്മാരെ പുരോഹിതന്മാരാക്കി. അതുകൊണ്ട് തന്നെ ബലഹീനന്മാരെ രക്ഷിക്കാൻ ബലഹീനന്മാർക്ക് പറ്റുമോ? ബലഹീനന്മാരെ രക്ഷിക്കാൻ ബലഹീനർക്ക് പറ്റുമോ? ഇല്ല. ഇങ്ങോട്ട് നോക്കിക്കേ, പഴയ നിയമ പൗരോഹിത്യത്തിന്റെ കുറവാണ് ഇവിടെ പറയുന്നത്. ബലഹീനന്മാരെയാണ് ന്യായപ്രമാണം പുരോഹിതന്മാരാക്കിയത്. ആ ബലഹീനന്മാരെ രക്ഷിക്കാൻ ബലഹീനരെ രക്ഷിക്കാൻ ബലഹീന ന്യായപ്രമാണത്തിന് പറ്റുമോ? പറ്റുകയില്ല. എന്നാൽ പുതിയ നിയമത്തിന്റെ പുരോഹിതൻ സാക്ഷാൽ യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നേക്കും പുരോഹിതൻ. ജനത്തിന് വേണ്ടി അർപ്പിച്ചിട്ട് തനിക്ക് വേണ്ടി അർപ്പിക്കേണ്ട ഗതികേടില്ലാത്ത പുരോഹിതൻ. ഹല്ലേലൂയ. യേശു എന്ന നിത്യ പുരോഹിതൻ. കരമുയർത്തി ആ പുരോഹിതനായിട്ടൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്തു. നിങ്ങൾ ഈ പൗരോഹിത്യത്തിന്റെ കീഴിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടുണ്ടല്ലോ, നിങ്ങളെ പൂർണ്ണമായിട്ട് രക്ഷിക്കാൻ 5 പേർക്കെങ്കിലും കരം കൊടുത്ത വാക്കും പറഞ്ഞു, പൂർണ്ണമായിട്ട് നിങ്ങളെ രക്ഷിക്കാൻ. ഒന്ന് എന്നോട് ചേർന്ന പദം ഒന്ന് പറഞ്ഞു, പൂർണ്ണമായിട്ട് നിങ്ങളെ രക്ഷിക്കാൻ. ഭാഗികമല്ല, പൂർണ്ണമായിട്ട് രക്ഷിക്കാൻ. പറഞ്ഞു പൂർണ്ണമായിട്ട് രക്ഷിക്കാൻ. എന്നെ പൂർണ്ണമായിട്ട് രക്ഷിക്കാൻ. മടി കൂടാതെ ഒന്ന് പറഞ്ഞു, എന്നെ പൂർണ്ണമായിട്ട് രക്ഷിക്കാൻ. ഓ ഹല്ലേലൂയ. ഭാഗികമായിട്ടല്ല, കുറച്ചല്ല, അല്പമല്ല, ലേശമല്ല,
ശകലമല്ല, പൂർണ്ണമായിട്ട് നിങ്ങളെ രക്ഷിക്കാൻ. എത്ര പേര് കരമടിച്ച വാക്യത്തിനായിട്ട് സ്തോത്രം ചെയ്യും? എന്നെ പൂർണ്ണമായിട്ട് രക്ഷിക്കാൻ. വലിയ അച്ഛൻ കേൾക്കുന്നുണ്ടോ? എന്നെ പൂർണ്ണമായിട്ട് രക്ഷിക്കാൻ. ഒന്ന് ചേർന്ന് പറഞ്ഞു, എന്നെ പൂർണ്ണമായിട്ട് രക്ഷിക്കാൻ, എന്നെ പൂർണ്ണമായിട്ട് രക്ഷിക്കാൻ. ഉറക്കെ പറഞ്ഞു, എന്നെ പൂർണ്ണമായിട്ട് രക്ഷിക്കാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ന്യായപ്രമാണത്തിന്റെ കീഴിലെ പുരോഹിതന്മാർ പൗരോഹിത്യ ശുശ്രൂഷ നടത്തി പൂർണ്ണ രക്ഷ വരുത്തിയെങ്കിൽ യേശു എന്ന പുരോഹിതനെ ഇനി അഭിഷേകം ചെയ്യേണ്ടി വരികയില്ലായിരുന്നു. യേശു എന്ന പുരോഹിതനെ എന്തിന് അഭിഷേകം ചെയ്തു? ന്യായപ്രമാണത്തിലെ പുരോഹിതന്മാർ പൂർണ്ണ രക്ഷ മനുഷ്യന് വരുത്തിയില്ല. ആ വരുത്താഞ്ഞ രക്ഷയുടെ വിശദീകരണം പറയുന്നുണ്ട് താഴോട്ട് വരുമ്പം. നിങ്ങൾ 8, 9, 10 അധ്യായങ്ങൾ വായിച്ചാൽ അറിയാം. യാഗം നടത്തിയിട്ട് പോകുമ്പോഴും കുറ്റബോധമാ, ഞാൻ പാപിയാണോ എന്ന ചിന്തയാ. എന്നാൽ ഈ കർത്താവിൻ്റെ യാഗം നടന്നേ പിന്നെ, ഓ ഹല്ലേലൂയ, യേശു എന്ന പുരോഹിതന്റെ യാഗം നടന്നേ പിന്നെ, ഓ ഞാൻ ആ ചിത്രം ഒന്ന് കാണിക്കാം നിങ്ങൾക്കത്. ഈ പിക്ചറെങ്കിലും നിങ്ങളുടെ ഉള്ളത്തിലൊന്ന് എഴുതുക. പഴയ നിയമത്തിലെ പുരോഹിതൻ കയ്യിൽ യാഗവസ്തുവുമായിട്ട് പോവുകയാണ്. നിങ്ങൾ ആ രംഗം ഒന്ന് കാണുക. ആരാ കൊണ്ടുത്തരുന്നേ? ആരെങ്കിലും കൊണ്ടത്താടി ഭാര്യയെ. ഇതാണ് ജനം. ഞാനാണ് പുരോഹിതൻ. ഞാനെന്ന പുരോഹിതന്റെ അടുക്കൽ ജനം, ഇവർക്ക് അടുത്ത് വരാൻ കഴിയുകയില്ല. അടുത്ത് വരാൻ കഴിയാത്ത ജനം പുരോഹിതന്റെ കൈ കൊടുക്കുകയാണ്. പുരോഹിതൻ അത് വാങ്ങി. പുരോഹിതനും ജനവുമായിട്ട് യാതൊരു വ്യത്യാസവുമില്ല. അദ്ദേഹം പാപിയാണ്, ഇദ്ദേഹം പാപിയാണ്. പഴയ നിയമത്തിലെ പുരോഹിതൻ ഈ യാഗവസ്തുവുമായിട്ട് യാഗപീഠത്തിലേക്ക് പോകുന്നു. യാഗം അർപ്പിക്കുന്നു. പുറത്ത് നിന്ന് ഇയാളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എങ്ങോട്ടാണെന്നറിയോ? കൂടാരത്തിൻ്റെ മേളിലോട്ട്. എന്തിനാ നോക്കുന്നതെന്നറിയോ? അർപ്പിച്ചതിൻ്റെ പുക കൊടുത്തവിടെ കൊടുത്തതിൻ്റെ പുക അവിടെ പൊങ്ങുന്ന കാണുമ്പം ശ്വാസം വിടും. കൊടുത്തു വിട്ടയാള് നമ്മുടേത് അങ്ങെത്തി. ഏതാ? നമ്മുടേത് അങ്ങെത്തി. ശ്വാസം വിട്ടാലും പിന്നെ ഒരു കുറ്റബോധമാ. സ്വീകരിച്ചോ ആവോ? എത്ര പേര് ആടിനെ കൊടുത്തതാ? നമ്മുടേനാണോ പുക വന്നതെന്ന് ആർക്കറിയാം? ഇനി കൊടുത്തുവിട്ട പുരോഹിതൻ അപ്പുറത്തുനിന്ന് ഇടവഴിയായിട്ട് ആടിനെ കൊണ്ട് പോയി വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി അത് തിരിച്ചു കൊണ്ടുവന്നോ? ആർക്കറിയാം? ആകെ അങ്കാലപ്പ. എന്നാൽ ഇവിടെ യേശു എന്ന പുരോഹിതൻ എന്താ ചെയ്തെന്നറിയോ? അയാൾ ഇവിടുത്തുകാരനല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആടിനെ മാടിനെ ഒന്നും മേടിച്ചില്ല. യാഗം അർപ്പിക്കാൻ കടന്നുപോയ ദൈവപുത്രന്റെ കൈ ശൂന്യമായിരുന്നു. ഇതാണ് യേശുവിന്റെ പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠത. ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേൾക്കുക. ആ കയ്യിൽ ആടില്ലായിരുന്നു, ആ കയ്യിൽ മാടില്ലായിരുന്നു, തടുപ്പിച്ച കാളക്കുട്ടി ആ കയ്യിലില്ലായിരുന്നു, മേധസ്സും വേർതിരിച്ച ശരീരം ആ കയ്യിലില്ലായിരുന്നു. എന്നാൽ ആ ശരീരം തന്നെ യാഗവസ്തുവായിരുന്നു. പഴയ നിയമ പുരോഹിതൻ കയ്യിൽ യാഗവസ്തുവായി പോയി. പുതിയ നിയമ പുരോഹിതൻ he himself became a sacrifice. അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തു. കയ്യിലുള്ളത് കൊടുത്തു. പുതിയ നിയമത്തിന്റെ പുരോഹിതൻ തന്നെ കൊടുത്തു. നിങ്ങൾ കേട്ടില്ല? പഴയ നിയമത്തിന്റെ പുരോഹിതൻ കയ്യിലുള്ളത് കൊടുത്തു. പുതിയ നിയമത്തിന്റെ പുരോഹിതൻ കയ്യെ കൊടുത്തു. പഴയ നിയമത്തിന്റെ പുരോഹിതൻ തനിക്കുള്ളത് കൊടുത്തു. പുതിയ നിയമത്തിന്റെ പുരോഹിതൻ തന്നെത്താൻ കൊടുത്തു. ഓ ഇല്ല 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 ഈ പ്രതികരണം പോരാ എനിക്ക്. ഞാൻ പിന്നെ ആവർത്തിക്കാം. പഴയ നിയമത്തിന്റെ പുരോഹിതൻ കയ്യിലുള്ളതുമായി കയറി. പുതിയ നിയമത്തിന്റെ പുരോഹിതൻ തന്നെത്താൻ കയറി. ഓ, പഴയ നിയമത്തിന്റെ പുരോഹിതൻ തികവില്ലാത്തവനായി ഇറങ്ങി. പുതിയ നിയമത്തിന്റെ പുരോഹിതൻ തികഞ്ഞവനായിട്ട് ഇറങ്ങി. പോരാ 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 പോരാ. ഇന്ന് താങ്ക് യു ജീസസ് ഫോർ ദി എറ്റേണൽ പ്രീസ്റ്റ്ഹുഡ്. നിത്യ പൗരോഹിത്യത്തിനായിട്ട് നന്ദി. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ആരെങ്കിലും നിങ്ങൾക്ക് പൗരോഹിത്യം ഇല്ല എന്ന് പറഞ്ഞാൽ അവരെ തിരുത്തണം. നമുക്ക് പൗരോഹിത്യം ഉള്ളേ, നമുക്ക് പൗരോഹിത്യം ഉള്ളേ. ഏത് പൗരോഹിത്യമാണെന്നറിയോ? പറഞ്ഞേ. ബലഹീനന്മാരായി അരങ്ങൊഴിഞ്ഞ ലേവ്യ പൗരോഹിത്യമല്ല, യേശു ക്രിസ്തുവിന്റെ നിത്യ പൗരോഹിത്യം. ഉറക്കെ പറ, യേശുവിന്റെ നിത്യ പൗരോഹിത്യം. വായി തുറന്നു പറ. ഈ പൗരോഹിത്യത്തിന്റെ ഗുണം എന്നാന്നറിയോ? അടുത്തു വരുന്നവരെ പൂർണ്ണമായിട്ട് വിടുവിക്കാൻ പറ്റും. ഇന്ന് ആ പുരോഹിതന്റെ അടുക്കലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഇന്ന് ആ മഹാപുരോഹിതന്റെ അടുക്കലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. വന്നവർക്കാണ് ഞാൻ യേശുവിനെ സ്തുതിക്കുന്നു. ഇന്ന് മഹാപുരോഹിതന്റെ അടുക്കലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. പൂർണ്ണമായിട്ട് നിങ്ങളെ വിടുവിക്കാൻ കഴിവുള്ള, നിങ്ങൾ വിടുവിക്കപ്പെടാൻ വേണ്ടി ശരീരത്തെ യാഗമാക്കിയ, ഒന്ന് ഞാൻ പറയട്ടെ, നിങ്ങൾ വിടുവിക്കപ്പെടാൻ വേണ്ടി സ്വന്തം ശരീരത്തെ യാഗമാക്കിയ മഹാപുരോഹിതന്റെ അടുക്കലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശരീരയാഗം അവിടെ നടന്നേ പിന്നെ നിങ്ങളെ സമ്പൂർണരാക്കുന്ന ക്രിയ നടന്നിരിക്കുന്നു പ്രിയരെ. ഓ, ഒന്ന് സ്വീകരിച്ചോ ഇപ്പോൾ തന്നെ, 2 കരം ഉയർത്തിക്കൊണ്ട്. ഓ, ഇന്നുണ്ടല്ലോ, ഇന്നിവിടെ കർത്താവ് പെർഫെക്റ്റ് ആയിട്ടുള്ള എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക. പെർഫെക്റ്റ് ഹീലിംഗ്, കംപ്ലീറ്റ് ഹീലിംഗ്, കംപ്ലീറ്റ് റെസ്റ്റോറേഷൻ, പൂർണ്ണമായ വിടുതലുകൾ, പൂർണ്ണമായ വിടുതലുകൾ. ആ പദം ഒന്ന് സ്വീകരിച്ചു വേണമെങ്കിൽ, പൂർണ്ണമായ വിടുതലുകൾ. സാമ്പത്തിക മേഖലയിൽ ഒരു പൂർണ്ണമായ വിടുതല്, കുഞ്ഞുങ്ങളുടെ മേലൊരു പൂർണ്ണമായ വിടുതല്, വീടിനകത്തൊരു പൂർണ്ണമായ വിടുതല്. ഈ ആഴ്ച തീർന്നു, അടുത്ത ആഴ്ച തുടർന്നു, അതല്ല. ഇവിടെ ഇരിക്കുമ്പോ വലിയ വിടുതലാ, ഇവിടെ ഇരിക്കുമ്പോ വലിയ വിടുതല. പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോ എല്ലാം തീരും, അതല്ല. പൂർണ്ണമായ വിടുതല്. ഒന്ന് 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 കരമടിച്ചൊന്ന് യേശുവേ ഒന്ന് വിളിച്ച്. ആ ആ ആ ആ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇങ്ങോട്ടൊന്ന് വന്നേ. ഒന്ന്, ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായോ? സത്യമായിട്ടും എത്രത്തോളം ഇത് മനസ്സിലായിട്ടുണ്ട്? ഇവരുടെ പ്രതീതിയായിട്ട് ഒന്ന് പറയാമോ? നമ്മൾ സ്വീകരിച്ച്, അല്ലെ എനിക്ക് കിട്ടിയിരിക്കുന്ന പൗരോഹിത്യം, ലേവി അല്ല, നമുക്ക് പൗരോഹിത്യം ഉണ്ടോ? നമുക്കേ ഉള്ളു പൗരോഹിത്യം. യേശുവിനെ ദൈവമായി, യേശുവിനെ കർത്താവായി, യേശുവിനെ ക്രിസ്തുവായി ആരെല്ലാം സ്വീകരിച്ചിട്ടുണ്ടോ അവർക്ക് മുഴുവനും അവരെ അണിഞ്ഞിരിക്കുന്ന പദവിയാണ് രാജകീയ പൗരോഹിത്യം. രാജകീയ പൗരോഹിത്യത്തിൽ നിന്നുകൊണ്ടാണ് ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത്. ഹല്ലേലൂയ. മാഞ്ഞു പോകുന്നതല്ല, അവസാനിക്കുന്ന പൗരോഹിത്യമല്ല, മരണം കൊണ്ട് നീങ്ങിപ്പോകുന്ന പൗരോഹിത്യമല്ല നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. മരണം കൊണ്ട് നീങ്ങുന്ന പൗരോഹിത്യമാണ് ലേവി പൗരോഹിത്യം. ആഹറോനിലൂടെ മോശ കൊടുത്ത പൗരോഹിത്യം അത് മരണം കൊണ്ട് നിന്ന് പോകുന്നതാ. ഇവിടെ മരണം കൊണ്ട്, അത് ഈ പുരോഹിതന്റെ മരണം കൊണ്ട് ഇതെന്താ സംഭവിക്കുന്നത് അറിയാമോ? ഇവിടെ നീങ്ങുകയല്ല, ഇവിടെ തുടങ്ങുകയാ ചെയ്യുന്നത്. യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ, യേശുവിന്റെ യാഗത്തിലൂടെ ഇവിടെ പുതിയ നിയമ രാജകീയ പൗരോഹിത്യം ആരംഭിച്ചു കഴിഞ്ഞു. ആ നിത്യ പുരോഹിതന്റെ പൗരോഹിത്യത്തിന്റെ കീഴിലായതുകൊണ്ടാണ് നിങ്ങൾക്ക് സമയഭേദം കൂടാതെ ഏത് വേണേലും ധൈര്യമായിട്ട് അങ്ങോട്ട് ചെന്നോളാനാ പറയുന്നത്. പേടിക്കേണ്ട കാര്യമില്ല. തട്ടിമുട്ടി ഇനി നിൽക്കേണ്ടതാ പറഞ്ഞേ. അങ്ങോട്ട് ചെല്ല്, ഓടി ഇങ്ങോട്ട് പോരെ. കാരണം നിങ്ങൾക്ക് കാര്യം പറയാൻ എല്ലാ യാഗവും കഴിച്ചിട്ട് അടുത്ത് വരുന്നവരെ പൂർണ്ണമായിട്ട് രക്ഷിക്കാൻ. ആ പദം ഒന്ന് എനിക്ക് പദത്തെ കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു. അടുത്ത് വരുന്നവരെ പൂർണ്ണമായിട്ട് രക്ഷിക്കാൻ, പൂർണ്ണമായിട്ട്. അല്ല, ഈ പൗരോഹിത്യത്തെ വിശ്വസിച്ചിട്ട് പറയുക ഇങ്ങോട്ട് അടുത്ത് പോരെ. അന്നേരം എനിക്ക് സംശയം, കർത്താവ് എങ്ങനെ എന്നെ രക്ഷിക്കാൻ പറ്റുമോ? ഈ പൗരോഹിത്യത്തെ വിശ്വസിക്കുന്ന എന്നോട് കർത്താവ് പറയുക അടുത്ത് പോരെ, പൂർണ്ണമായിട്ട് രക്ഷിച്ചേക്കാം എന്ന് പറഞ്ഞ അടി തൊട്ട് മുടി തൊട്ട് അടി വരെ പൂർണ്ണമായിട്ട് രക്ഷിക്കാൻ ഈ പൗരോഹിത്യത്തിന് കഴിയും. നിങ്ങൾ ഇങ്ങനെ പുരോഹിതന്മാരായവരാണ്. ഇങ്ങനെയുള്ള ഒരു പുരോഹിതനാണ് നമുക്കുള്ളത്. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. എന്റെ യേശുവേ എന്ന് വിളിച്ചോ. യേശുവേ, എന്നെ രാജകീയ പുരോഹിതനാക്കിയ യേശുവേ.
എന്നെ രാജകീയ പുരോഹിതനാക്കിയ യേശുവേ. ഹല്ലേലൂയ. ഓരോ മക്കളും ഈ സത്യം അറിയാതിരിക്കരുത്. ഹല്ലേലൂയ. ഇന്നുണ്ടല്ലോ, ഞാൻ വ്യക്തമായിട്ട് എടുത്തു തന്നെ പറയാം, ഇന്ന് നിങ്ങൾക്ക് കർത്താവിങ്കിൽ നിന്ന് അനുഭവിക്കാൻ പോകുന്ന ഒന്നും ഭാഗികമല്ല, കംപ്ലീറ്റ്. ചേർന്ന് പറഞ്ഞു, കംപ്ലീറ്റ്. പ്രത്യേകിച്ച് ഇന്ന് ലോകരാജ്യങ്ങളിൽ ടെലിവിഷനിലൂടെ ഈ സമയത്ത് തന്നെ കേട്ടോണ്ടിരിക്കുന്നവരെ, വ്യക്തമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് ആ പൗരോഹിത്യം ഉള്ളേ. നിങ്ങളുടെ പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠത എന്നാണെന്നറിയോ? മരണം കൊണ്ട് അരങ്ങൊഴിഞ്ഞവരുടെ പൗരോഹിത്യം അല്ലത്. കുറവുള്ള മനുഷ്യരെ കുറവുള്ളവരാക്കി വിട്ടേച്ചു പോയ പൗരോഹിത്യമല്ലത്. യേശു എന്ന നിത്യപുരോഹിതന്റെ, നിത്യമഹാപുരോഹിതന്റെ ശ്രേഷ്ഠ പൗരോഹിത്യത്തിന്റെ കീഴിലാ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത്. ആ പുരോഹിതന്റെ അടുക്കൽ എപ്പോ ചെന്നാലും പൂർണ്ണമായിട്ട് നിങ്ങളെ വിടുവിക്കാൻ ആ പുരോഹിതന് കഴിയും. കാരണം കൈപ്പണിയല്ലാത്തതായി, എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി, തികവേറിയ കൂടാരത്തിലൂടെ കടന്ന് ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കന്മാരുടെയും രക്തത്താലല്ല, തൻ്റെ സ്വന്തം രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് അടുത്തു വരുന്നവരെ പൂർണ്ണമായി രക്ഷിക്കേണ്ടതിന് രക്ഷയുടെ പദ്ധതി ഒരുക്കിയിട്ട് പിതാവിൻ്റെ വലത്തുഭാഗത്ത് നിങ്ങൾക്കും എനിക്കും വേണ്ടി പക്ഷവാദം ചെയ്യുന്ന, പക്ഷത്ത് നിന്ന് വാദിക്കുന്ന, നിങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ മധ്യസ്ഥ പുരോഹിതനായി യേശു ഉള്ളത് കൊണ്ട് ഒരുത്തർക്ക് നിങ്ങളെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. ചുമ്മാതാ, ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഒരുത്തർക്ക് നിങ്ങളെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. നിങ്ങളെ തകർക്കുമെന്ന് പറഞ്ഞ് എഴുന്നേക്കുന്നവർ പോലും നിങ്ങളുടെ കൂടെ കൂടും. നിങ്ങളെ വിമർശിക്കാൻ വരുന്നവർ പോലും നിങ്ങളിലുള്ള ദൈവകൃപ അനുഭവിച്ചിട്ട് പറയും, ആ മനുഷ്യന്റെ കൂടെ യേശു ഉണ്ട്. ഇനി ഞാൻ വ്യക്തമായിട്ട് പറയാം, ഈ പുരോഹിതന്റെ കീഴിലാണോ നിങ്ങൾ? നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ലേലും 24 മണിക്കൂറും 365 ദിവസവും നിങ്ങളുടെ പേരിൽ പക്ഷവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പക്ഷത്ത് നിന്ന് വാദം നടന്നുകൊണ്ടിരിക്കുക. തീർപ്പ് നിങ്ങൾക്ക് അനുകൂലം തന്നെ ആയിരിക്കും. എനിക്ക് ആരുമില്ലെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ആരേലും ഉണ്ടെങ്കിൽ സാടകുടഞ്ഞെഴുന്നേറ്റിട്ട് ഉറക്കെ പറഞ്ഞു, എനിക്കൊരു പുരോഹിതനുണ്ട്. പൂർണ്ണമായിട്ട് എന്നെ വിടുവിച്ച് എൻ്റെ കരം പിടിച്ചിരിക്കുന്ന ഒരു പുരോഹിതൻ. എനിക്കുള്ള അത്രയും കാലം എനിക്കൊന്നും സംഭവിക്കയില്ല. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തോ. യേശുനാഥനെ ആരാധന. എത്ര അഭിമാനമാണ് ഈ പുരോഹിതനെ പറയുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദൈവ മക്കളെ, നിങ്ങളിപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ ദൈവത്തിൽ നിന്ന് വരുന്ന എല്ലാം പൂർണ്ണമാ. ഒന്ന് പറഞ്ഞു വെച്ചാൽ പൂർണ്ണമാ. ദൈവത്തിൽ നിന്ന് വരുന്നതൊന്നും അപൂർണമല്ല, സർവ്വതും പൂർണ്ണമാണ്, പരിപൂർണമാണ്. എവിടെങ്കിലും ഫില്ലാകാനുള്ള ഒരു ശൂന്യത ഉണ്ടെങ്കിൽ ഇന്ന് പുരോഹിതൻ ആ പൗരോഹിത്യ ശുശ്രൂഷ നിങ്ങളുടെ മേൽ ചെയ്യുക. എവിടെയെങ്കിലും ഫില്ലാകാൻ ഒരു അംശം കിടപ്പുണ്ടെങ്കിൽ യഥാർത്ഥ പുരോഹിതൻ ഇവിടെ ആ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. എത്ര പേരത് കാണുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറയുന്നുണ്ടോ ബ്രദറെ, ബ്രദറെ, ഈ പൗരോഹിത്യത്തിന്റെ കീഴിൽ വന്നിരിക്കുന്നവർ, ഒന്ന് ചൂടോടെ, ഈ പൗരോഹിത്യത്തിന്റെ കീഴിൽ വന്നിരിക്കുന്നവർ മറ്റുള്ള പുരോഹിതന്മാരെ കാണുമ്പോൾ ഒരിക്കലും ഒരു അസ്വസ്ഥത തോന്നുന്നില്ല. അവരെ ബഹുമാനിക്കാനേ തോന്നത്തുള്ളൂ. എന്തിനാ തോന്നുന്നത്? എന്തിനാ മറ്റു പുരോഹിതനെ പൗരോഹിത്യം ഇല്ല എന്ന് പറഞ്ഞ് ഇവിടെയാ പൗരോഹിത്യമുള്ളേ. പുതിയ നിയമത്തിലാ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യമുള്ളേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ലോഹയിട്ട മനുഷ്യനെ കാണുമ്പോൾ ആ ലേവ്യ പൗരോഹിതനാ എന്ന് പറഞ്ഞ് ചിന്തിക്കാതെ യേശുവിന്റെ നിത്യ പൗരോഹിത്യത്താൽ പുരോഹിതനായി മാറ്റപ്പെട്ട വ്യക്തി എന്ന് പറ. ഹല്ലേലൂയ. യേശുവിന്റെ നിത്യ പൗരോഹിത്യം ഒന്ന് പറഞ്ഞ. യേശുവിന്റെ നിത്യ പൗരോഹിത്യം, അതിനകത്താ നിങ്ങളെ എന്നെ പുരോഹിതരാക്കിയിരിക്കുന്നത്. ആരെങ്കിലും പുരോഹിതരാകുന്നെങ്കിൽ യേശു എന്ന മഹാപുരോഹിതന്റെ നിത്യ പൗരോഹിത്യത്തിന്റെ കീഴിലാണ്. അതാ പൗലോസ് പറയും പുരോഹിത ശുശ്രൂഷ എന്നാ പറഞ്ഞത്. പുരോഹിത ശുശ്രൂഷയ്ക്കായിട്ട് തന്നെ ആക്കി വെച്ചിരിക്കുന്ന സുവിശേഷത്തിന്റെ ശക്തിയുള്ള സുവിശേഷം. കൈ ഉയർത്തി പിടിച്ചേ. ഒന്ന് എഴുന്നേറ്റേ ചേച്ചി, ഒന്ന് എഴുന്നേറ്റേ, ഇങ്ങോട്ടൊന്ന് വന്നേ. ഓ അമ്മേ വന്നേ. എന്നാ പേര്? ലില്ലി. ലില്ലി പുഷ്പം. കർത്താവിന്റെ ലില്ലി പുഷ്പമേ, നോക്കൂ. ലില്ലി ഇങ്ങോട്ട് നോക്കൂ. നട്ടലിന് ഇവിടെ പ്രയാസം വന്നിട്ട് കുനിഞ്ഞ് ഒരു മഗ്ഗില വെള്ളം പോലും പൊക്കാൻ പറ്റാതെ ലില്ലി പുഷ്പം സങ്കടപ്പെടുവാന്ന് യേശു പറയുന്നു. ശരിയാണോ ഞാനീ പറയുന്നേ? അതെ, അതെ. എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? 4 വർഷമായി. ഓ, നിങ്ങൾ കണ്ടേ ആ പുരോഹിതൻ കണ്ടേ ചെയ്യുവാ. കണ്ടേ ആ പുരോഹിതൻ തുറന്നു വന്ന് കണ്ടേ. ഞാൻ പറഞ്ഞില്ലേ, തികവുള്ളവരാക്കുന്ന ആ പുരോഹിതനോട് വന്നിരിക്കുക. ലില്ലി പുഷ്പത്തിന്റെ നട്ടല് സൗഖ്യമാവുക. ലില്ലി ചേച്ചി യേശു വിടുവിക്കുക. ഒന്ന് സന്തോഷിച്ചേ, ഒന്ന് കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. ലില്ലി പുഷ്പമേ എഴുന്നേറ്റ് വാ. ഹല്ലേലൂയ. കർത്താവിന്റെ പ്രിയ മകളെ എഴുന്നേറ്റ് വാ. യേശുവേ, ലില്ലി പുഷ്പമേ ഒന്ന് കുനിഞ്ഞേ, ഒന്ന് നിവർന്നേ. മുട്ടുമടങ്ങാതെ ഒന്ന് കുനിഞ്ഞേ, മുട്ടുമടങ്ങാതെ കുനിഞ്ഞേ. ആ കരമടിച്ചൊന്ന് യേശുവിന്. ലില്ലി പുഷ്പമേ, എന്നേലും പ്രയാസം ഇപ്പൊ ആ നട്ടലിലുണ്ടോ? ഇല്ല. ഇച്ചിരിയെങ്കിലും ഉണ്ടോ? ഇല്ല. കുറച്ചെങ്കിലും ഇല്ല. ലില്ലി പുഷ്പമേ ഇങ്ങോട്ട് നോക്കിയേ. ഒരു മഗ്ഗിലെ വെള്ളം ഉയർത്താൻ പറ്റുമായിരുന്നോ? ഇല്ല, വേദനയായിരുന്നു. ഇപ്പൊ കുനിഞ്ഞ പോലെ കുനിഞ്ഞിട്ട് 4 കൊല്ലമായോ? ഒന്നുകൂടെ ഒന്ന് കുനിഞ്ഞേ. കരമടിച്ചൊന്ന് യേശുവിനൊന്ന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. ഒരു പ്രശ്നവും ഇല്ല. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഞാൻ പറഞ്ഞില്ലേ, ആ പുരോഹിതൻ ഇവിടെ വന്നിട്ടുണ്ട്. ആ പുരോഹിതൻ ഇവിടെ വന്നിട്ടുണ്ട്. എന്നാ കുറവുള്ള അത് നികത്താൻ വേണ്ടി. നിങ്ങൾ ആരായിക്കോട്ടെ, ഏതായിക്കോട്ടെ, എന്തായിക്കോട്ടെ, പൂർണ്ണമായിട്ട് വിടുവിച്ചിട്ടേ വിടത്തുള്ളൂ. ചേർന്ന് പറഞ്ഞു, പൂർണ്ണമായിട്ട് വിടുവിച്ചിട്ടേ പോകത്തുള്ളൂ. ഉറക്കെ പറ, പൂർണ്ണമായിട്ട് വിടുവിച്ചിട്ടേ പോകത്തുള്ളൂ. ഒരു സംശയമില്ലാതെ ഉറക്കെ പറ, പൂർണ്ണമായിട്ട് വിടുവിച്ചിട്ടേ പോകത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ രണ്ടുപേരെയും യേശു ഇപ്പൊ തൊടുന്നു. ഈ മകളെ യേശു തൊടുന്നുണ്ട്. ഇവിടെ പേരെന്നാണ്? നിവിയായോ? അതൊരു ക്രീമിന്റെ പേരല്ലേ? ആ പേര് തന്നെ ആയിട്ടിരിക്കുന്നത്. എന്നായിരിക്കട്ടെ. വാ നിവിയ. കുഞ്ഞെ, കർത്താവ് നിന്നെ സൗഖ്യമാക്കുന്നു. ഇങ്ങോട്ട് നോക്കാം. ഞാൻ ഈ കൈവെക്കുന്നിടത്ത് കൈവെക്ക.
ചൂട സൈഡ് ഇവിടെ ഇവിടെ ഇവിടെ. ഓ നോക്കണേ, ഞാനിങ്ങ് മാറുക. ആ തികവുള്ള പുരോഹിതൻ ഇപ്പൊ ഇവിടെ തൊടും. നമ്മളിങ്ങോട്ട് മാറിക്കൊടുക്കുക. വേണ്ടേ? ആ തികവുള്ള പുരോഹിതൻ അവളെ തൊടുക. തികഞ്ഞവൻ അവളെ തൊടുകയാ. ഓപ്പറേഷൻ നടക്കുക. വേണ്ടേ? പിടിച്ചോണം. ദൈവശക്തി അടിച്ചോണ്ടിരിക്കുക. അഴിഞ്ഞു വീഴുന്നു, അഴിഞ്ഞു വീഴുന്നു. പൂർണ്ണമായിട്ടും ആ പുരോഹിതൻ വിടുവിക്കുന്നു. പൂർണ്ണമായിട്ടും ആ പുരോഹിതൻ അവളെ വിടുവിക്കുന്നു. പൂർണ്ണമായിട്ടും ആ പുരോഹിതൻ അവളെ വിടുവിക്കുന്നു. ഭയങ്കരമായിട്ട് ആ നിങ്ങളത് കണ്ടേ, ഒന്ന് കണ്ടേ, ഒന്ന് കണ്ടേ, എല്ലാരും ഒന്ന് കണ്ടേ. ആകാശത്തിൽ കൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനാകുന്ന യേശു ആണ്ടേ ആണ്ടേ ആ മകളെ വിടുവിക്കുന്നു. ടച്ച് ഓഫ് ജീസസ്. ആഴിയട്ടെ, ആഴിയട്ടെ, ആഴിയട്ടെ. പുരോഹിത സ്പർശിച്ചോ. ഇവൾക്കില്ലാത്തത് ഉണ്ടാകട്ടെ. അടഞ്ഞ അധ്യായങ്ങൾ തുറക്കപ്പെടട്ടെ. ഓപ്പറേഷനുകൾ നടക്കട്ടെ. കരമടിച്ച് എല്ലാവരും ഒന്ന് യേശുവിനെ സ്തുതിച്ചോ. ആ മകളെ യേശു തൊടുന്നു, 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 തൊടുന്നു. സ്പർശനം നടക്കുന്നു. പൂർണ്ണമായിട്ട് വിടുവിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ദൈവശക്തി ആ ശരീരത്തിലേക്ക് അടിച്ചോണ്ടിരിക്കുക. അവൾക്ക് നിൽക്കാൻ പറ്റാത്ത തരത്തിൽ ദൈവശക്തി അടിച്ചോണ്ടിരിക്കുക. നിൽക്കാൻ പറ്റാത്ത തരത്തിൽ ദൈവശക്തി ആ ശരീരത്തിലേക്ക് അടിച്ചോണ്ടിരിക്കുക. ഓ, നീ ഇന്ന് പൂർണ്ണമായിട്ട് സൗഖ്യമായിട്ട് ഇവിടുന്ന് പോകത്തുള്ളൂ മകളെ. നിന്നെ ഇന്ന് യേശു പൂർണ്ണമായിട്ട് വിടുവിച്ചിട്ട് വിടത്തുള്ളൂ. ഇവിടെ വന്നിരിക്കുന്ന പുരോഹിതൻ കേവലം ഒന്ന് തൊട്ടിട്ട് പോകാൻ വന്നവനല്ല, നിന്നെ പൂർണ്ണമായിട്ട് വിടുവിക്കാൻ. ഓ, പൂർണ്ണമായിട്ട് വിടുവിക്കാൻ. സ്തോത്രം, 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 സ്തോത്രം. യേശുവേ രക്ഷിക്കണേ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ജീവൻ, ജീവൻ, ജീവൻ. പൂർണ്ണമായ വിടുതലാണ് യേശു അവൾക്ക് കൊടുത്തു കഴിഞ്ഞത്. കരമടിച്ചുകൊണ്ടത് യേശുവിന് മാത്രം. ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ, ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ. നിവിയ, ഇയാളുടെ പേര് പഠിക്കാൻ എളുപ്പമാണ് കേട്ടോ. എന്നാ മോളെ, ഇവിടെ 3 മാസമായിട്ട് ഇത് അനുഭവപ്പെടുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. യേശു വേദനയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ധ്യാനത്തിന് പോവാം, അവിടെ നിന്നെ സ്പർശിക്കുമെന്ന് പറഞ്ഞിട്ടാവും. ആദ്യമായിട്ടാണ് അച്ഛൻ വരുന്നത്? തൊടുപുഴ വന്നിട്ടുണ്ട്. തൊടുപുഴ വന്നിട്ടുണ്ടായിരുന്നു. കർത്താവേ സ്തോത്രം. ഇരുന്ന മോളെ, കർത്താവ് നിന്നെ വിടുവിച്ചിരിക്കുന്നു. കരങ്ങളെ അടിച്ചുകൊണ്ട് പ്രാപിപ്പാൻ ദിനവും മനമേ തൽസമയം വൻ കൃപകൾ പ്രാപി അതിധൈര്യമായി കൃപാസനത്തിൻ അന്തികത്തിൽ ചെന്നു നീ. അതിധൈര്യമായി കൃപാസനത്തിൻ അതിധൈര്യമായിട്ട് ചെന്നോളാം. ചെന്നു നീ. അതിധൈര്യമായി കൃപാസനത്തിൽ അന്തികത്തിൽ ചെന്നു നീ. അതിധൈര്യമായി കൃപാസനത്തിൽ അന്തികത്തിൽ ചെന്നു നീ. ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി. ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി. സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ സൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ. ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ. ചേച്ചി, ചേച്ചി യേശു തൊടുന്നു. ചേച്ചി, ഈ സമയത്ത്
കർത്താവിനോട് പറയുന്നു, ഇങ്ങോട്ട് നോക്ക്, കണ്ണു തുറന്ന് കാണാം. നിങ്ങളുടെ ഫുൾ ബോഡിയിൽ നിന്ന്, മുഴുവൻ ശരീരത്തിൽ നിന്ന് എന്നാ പറയണ്ടേ, പാമ്പിന്റെ പടമൊഴിച്ച് കളയുന്നത് പോലെ ഇന്ന് നിങ്ങളുടെ ശരീരത്തിൽ മുഴുവൻ ബാധിച്ചിരിക്കുന്ന രോഗശക്തികളെ യേശു അഴിക്കുകയാണ്. അമ്മ, ഇത് ഞാൻ ഈ പറയുന്നൊന്ന് കേട്ടെ, ഇതൊന്ന് പറഞ്ഞിട്ട് കൈതാഴ്ത്തിയിട്ട് ഇങ്ങോട്ട് നോക്കാം. മുഖത്തിൻ്റെ ഒരു സൈഡ്, ഇതാ ഈ ലെഫ്റ്റ് സൈഡ്, ഈ ഒരു പോർഷനിൽ ഇവിടെ ഇങ്ങനെ കർത്താവ് തൊടുന്ന ഞാൻ കാണുന്നു. നിങ്ങളുടെ ശരീരം മുഴുവൻ യേശു തൊടുന്ന ഞാൻ കാണുന്നു. പക്ഷെ പർട്ടിക്കുലറായിട്ട് ഈ ഒരു പോർഷനിൽ യേശു തൊടുന്ന കാണുന്നു. ഇവിടെ എന്താ പ്രശ്നം? എത്ര നാളായി ഇത് വന്നിട്ട്? 35 വർഷമായി. 35 വർഷമായി. ഞാൻ പിൻവലിയുക. മഹാപുരോഹിതൻ ഇപ്പൊ ഒന്ന് തൊടും. മഹാപുരോഹിതൻ ഇപ്പൊ ഒന്ന് തൊടും. ശ്രേഷ്ഠ മഹാപുരോഹിത, പവിത്രനെ, നിർമ്മലനെ, ഈ മകളെ ഇപ്പോൾ തന്നെ 35 വർഷത്തെ ബാധ ഒഴിയുന്നു. Get out. 35 വർഷത്തെ ബാധ ഒഴിയുക. അവരിക്കത്തില്ല. അവിടെ കിടത്തിയാൽ നമ്മളെ ആ സൈഡിൽ നിന്ന് എഴുന്നേറ്റ് നിവ്യ ഇച്ചിരി എഴുന്നേറ്റ് മാറിക്കുമ്പോൾ സൗഖ്യമാവുക. അവരെ കസേര ഇരുത്താൻ പറ്റിയാൽ അവിടെ കിടത്തിയാൽ വലിയ വിടുതല ആ മകൾക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. വലിയ വിടുതല ഇപ്പോൾ ആ മകൾ. പിടിച്ചോണം. ഫുൾ ബോഡിയില്, മുഴുവൻ ശരീരത്തില് ഞാൻ പറഞ്ഞില്ലേ, പരിപൂർണമായിട്ട് വിടുവിക്കുന്ന മഹാപുരോഹിതന്റെ സ്പർശനം നടന്നുകൊണ്ടിരിക്കും. നമ്മളാരും ഒന്നും ചെയ്യണ്ട. നമ്മൾ അച്ഛനെ കാര്യം അങ്ങ് ഏൽപ്പിച്ചാൽ മതി. പുരോഹിതൻ വന്നിട്ട് ചെയ്യും അത് മുഴുവൻ. കണ്ടേ, പുരോഹിതൻ വന്ന് ശുശ്രൂഷ ചെയ്യുക. ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി, ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ ആരെങ്കിലും ഉണ്ടോ? എന്റെ അറിവിലില്ല. ദിനവും മനമേ തൽസമയം വൻ കൃപകൾ ദിനവും തൽസമയം കോടിയിരിക്കുന്ന മുഖം തിരികെ വരട്ടെ. പല്ലുകൾ തമ്മിൽ കടിക്കാൻ പറ്റില്ല. ഒരെണ്ണം ഇപ്പുറത്ത് കടിക്കുമ്പോൾ വരണം, മറ്റേ സൈഡിലേക്ക് പോകും. അത് അസ്വസ്ഥത. ഈ സമയത്ത് നേരെയാവുക. 35 വർഷത്തെ ബലഹീനതകൾ ഈ ശരീരത്തിൽ നിന്ന് അഴിഞ്ഞു പോട്ടെ യേശുവിന്റെ നാമത്തിൽ. കരങ്ങളെ അടിച്ച് യേശുവിന്റെ മാത്രം. സംഭവിച്ചു കഴിഞ്ഞു. എഴുന്നേപ്പിച്ചു. എഴുന്നേറ്റ് പോരെ ചേച്ചി. എന്നാ പേര്? പല്ല് കടിച്ചേ, ഇങ്ങനെ കടിച്ചേ. കരങ്ങളെ അടിച്ചുകൊണ്ടുവന്ന യേശുവിനെ വലഞ്ഞല്ലേ? ഇതുകൊണ്ട് വലഞ്ഞല്ലേ? എവിടുന്നാ വരുന്നേ? അങ്കമാലി ഇത് വരുവാണോ? ഓ ശരി, സന്തോഷമായോ? യേശുവേ നന്ദി എന്നൊന്ന് പറഞ്ഞേ. കർത്താവേ നന്ദി എന്നൊന്ന് പറഞ്ഞേ. യേശുനാഥനെ എന്നൊന്ന് വിളിച്ചേ. യേശുനാഥനെ എന്നൊന്ന് വിളിച്ചേ. ഓരോരോ മക്കളും
ഈ ലൈനിൽ എല്ലാവരെയും യേശു തൊട്ടുകൊണ്ടിരിക്കുന്നു. ഈ മകളെ യേശു തൊടുന്നു. യേശുവേന്ന് വിളിച്ചോ, ധ്യാനിച്ചോ, യേശുവേന്ന് വിളിച്ചോ. എന്നെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുക. ആ മകളെ യേശു തൊട്ടുകൊണ്ടിരിക്കുക. വലിയ ദൈവശക്തി ആ മകളുടെ മേലെ അടിച്ചുകൊണ്ടിരിക്കുക. വിളിക്കേണ്ടവരെല്ലാം വിളിച്ചോ, യേശുവേ, യേശുവേ, എന്റെ കർത്താവേ, എന്റെ യേശുനാഥ, എന്റെ യേശുവേ, എന്റെ യേശു അച്ഛാ, എന്റെ യേശുവേ, യേശു എന്ന പുരോഹിതനെ, യേശു എന്ന പുരോഹിതനെ, യേശു എന്ന പുരോഹിതനെ, എല്ലാരും ഒന്ന് വിളിച്ചോ, യേശു എന്ന പുരോഹിതനെ, യേശു എന്ന പുരോഹിതനെ, എന്നെ സ്പർശിക്കുന്നവനെ, എന്നെ സ്പർശിക്കുന്നവനെ, എല്ലാരും വിളിച്ചോ, എന്നെ സ്പർശിക്കുന്ന, എന്നെ സ്പർശിക്കുന്ന യേശു എന്ന പുരോഹിതനെ, യേശു എന്ന പുരോഹിതനെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മോനെ, നിന്നെ യേശു തൊടുന്നടാ. നിന്നെ കർത്താവ് തൊടുന്നു. മോനെ എഴുന്നേറ്റ് വാ, യേശു നിന്നെ തൊടുന്നു. വരിക. ഈ സമയത്ത് സർവശക്തിയുള്ള യേശു നിന്നെ തൊടാൻ പോവാ. പൂർണ്ണമായിട്ട് വിടുവിക്കുക എന്ന പദം ഒന്ന് പറഞ്ഞ എല്ലാരും. പൂർണ്ണമായി, ഉറക്കെ പറ. പൂർണ്ണമായി വിടുവിക്കുന്ന യേശു. ഈ കുടുംബത്തെ ഇന്ന് കർത്താവ് പൂർണ്ണമായിട്ട് വിടുവിക്കുക. മന്ത്രവാദ, ആഭിചാര, പൈശാചിക ഉപദ്രവത്തിന്റെ നടുവിൽ നിന്ന് ഇന്ന് ഈ കുടുംബത്തെ യേശു പൂർണ്ണമായിട്ട് വിടുവിക്കുകയാണ്. ഇപ്പോൾ തന്നെ ആ യേശുവിൻ്റെ മഹത്വം ഇവൻ്റെ മേലെ അടിക്കുകയാണ്. ഇതിൻ്റെ വലിയ ഭയത്തിലാണ് നീ ഉള്ളത്, ഇതിൻ്റെ വലിയ പേടിയിലാണ് നീ ഉള്ളത്. പക്ഷെ കർത്താവ് ഇന്ന് ഒരു മന്ത്രവാദത്തിനും ഒരു ആഭിചാരത്തിനും ഒരു ഇരുട്ടിൻ്റെ പ്രവർത്തിക്കും നിന്നെ തൊടാൻ പറ്റാത്ത ഒരു ഹൈറ്റിലേക്ക് ഇന്ന് ഉയർത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരിയാണോ ഞാൻ ഈ പറയുന്നത്? അതെ, ബ്രദർ പറയുന്നത് ശരിയാണ്. ഈ മന്ത്രവാദ, ആഭിചാര, അതിൻ്റെ പേടിയിൽ നീ ഓരോ ദിവസവും നിന്നെ അതിങ്ങനെ കാർന്ന് തിന്നോണ്ടിരിക്കുക. ശരിയാണോ? ശരിയാണ്, അതെ. പക്ഷെ ഇന്നുണ്ടല്ലോ നിന്നെ പൂർണ്ണമായിട്ട് യേശു വിടുവിക്കുക. നല്ലൊരു ചെറുപ്പക്കാരനല്ലേ? അല്ലേ? അല്ലേ? ഈ മകനെ പൂർണ്ണമായിട്ട് യേശു രക്ഷിക്കുക. കരം ഉയർത്തി പിടിച്ചോ മോനെ, എന്റെ ഈശോയെ എന്നൊന്ന് വിളിച്ചോ. നിങ്ങളെല്ലാരും കണ്ടോണം, ഇപ്പൊ ഈ കുടുംബത്തിൽ നിന്ന് അതൊഴിഞ്ഞു പോവും, അതൊഴിഞ്ഞു പോവും, അതൊഴിഞ്ഞു പോകും. ഇവനെ പൂർണ്ണമായിട്ട് വിടുവിക്കുന്ന യേശുവിന്റെ കരം അവനെ തൊടുകയാണ്. ബാധ ഒഴിഞ്ഞ്, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥനാവുക. ബാധ ഒഴിഞ്ഞ്, ബാധ ഒഴിഞ്ഞ്. ഓ, ഈ കുടുംബത്തിലേക്ക് കർത്താവ് കയറുക കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, പൂർണ്ണമായിട്ട് വിടുവിക്കുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ ഈ വീട്ടിലേക്ക് കയറുകയാണ്. ഈ വീട്ടിലേക്ക് ആ ശ്രേഷ്ഠ മഹാപുരോഹിതൻ കയറുകയാണ്. കരമടിച്ച് ഒന്ന് യേശുവിനൊന്ന് മഹത്വം കൊടുത്തേരെ എല്ലാരും, 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 എല്ലാരും. ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിന്. ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിന്. ഇതുപോൽ ജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി. നിന്റെ വീട്ടിൽ നിന്ന് വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഏതാ മമ്മി? ഇവന്റെ അമ്മ എന്താ? ഇവന്റെ അമ്മ എന്ത് ചെയ്യും? ഇവന്റെ അമ്മ എന്ത് ചെയ്യും? ഇതാണോ അമ്മ? ഈ മോൻ്റെ അമ്മയാണോ? ഇത് നിങ്ങളുടെ മോനാണോ? നിങ്ങളുടെ വീട്ടിലേക്ക് വലിയ വെളിച്ചം എന്ന് കയറുക കേട്ടോ. ഹല്ലേലൂയ. അക്ഷരാർത്ഥത്തിൽ എന്നാ പറയണ്ടേ, ഒന്നിനും തൊടാൻ പറ്റാത്ത ഒരു ഹൈറ്റിലേക്ക് കർത്താവ് നിങ്ങളെ ഉയർത്തിയിട്ട്
ധൈര്യമുണ്ട് തുടരാ എന്ന് വെല്ലുവിളിച്ച കർത്താവിന്റെ മഹത്വം നിൽക്കുക മോനെ. ഓ, നിന്നെ ഇന്ന് കർത്താവ് വിടുവിച്ചിരിക്കുക മോനെ. മോനെ ഇവരുടെ വീട്ടിലേക്ക് വന്ന ദൈവ മഹത്വത്തിനായിട്ടൊന്ന് സ്തോത്രം ചെയ്യും. ഓ, ഈ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ അമ്മയുടെ മേല് ഒരു വലിയ വെളിച്ചം തന്നെ വന്ന് അടിച്ചു കയറട്ടെ. ഈ മകളെ പേടിപ്പിച്ചിട്ടിരിക്കുക. ആ ഭയത്തിന്റെ വേര് മുഴുവൻ ഇപ്പോൾ തന്നെ പൊഴിഞ്ഞു വീഴട്ടെ, അഴിഞ്ഞു പോകട്ടെ, സ്വസ്ഥമാകട്ടെ. ഈ വീട്ടിലേക്ക് തന്നെ വലിയൊരു സമാധാനം എന്ന് കയറിയിരിക്കുക. ഒന്ന് കരമുയർത്തി ഒന്ന് യേശുവിനെ ഒന്ന് വിളിച്ചേ. ഇതുപോലെ ഭയത്തിന്റെ ദണ്ഡനത്തിന്റെ കീഴിൽ ആരാണ് ആ വ്യക്തി ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് പോകാൻ പോലും പേടിയാണ്. ഇതുപോലെ ഭയപ്പെടുത്തി കെട്ടിവെച്ചിരിക്കുന്ന എൻ്റെ ദൈവമേ, ആ വ്യക്തിയുടെ അവസ്ഥയൊന്ന് കാണണേ. അയ്യോ, ആ വ്യക്തിയുടെ അവസ്ഥയൊന്ന് കേൾക്കണേ. ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് പോകാൻ തന്നെ പേടിയാണ്. ഇതുപോലെ ഭയത്തിന്റെ അടിമത്തത്തിൽ കെട്ടപ്പെട്ട ജീവിതങ്ങളെ യേശു വിടുവിക്കുന്നു. ആരെല്ലാമാണ് അങ്ങനെ അസ്വസ്ഥരായിരിക്കുന്നത്? എനിക്ക് ഭയങ്കര പേടിയാന്ന് പറയുന്ന ആരൊക്കെയാണ്? മോനെ, എഴുന്നേറ്റ് ഓടിവാടാ. നിന്നെ ഇന്ന് പൂർണ്ണമായിട്ട് രക്ഷിക്കാൻ യേശുവിനെ പറ്റും. അവൻ വരുമ്പോൾ തന്നെ അവനെ പിടിച്ചോണം. അവൻ്റെ മേൽ ദൈവശക്തി അടിക്കും. അവൻ നടന്നു വരുമ്പോൾ തന്നെ അവൻ്റെ മേൽ ദൈവശക്തി അടിക്കും. കരമുയർത്തി പിടിച്ചു. യേശു എന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനെ ഈ കുഞ്ഞിനെ തൊട്ടാട്ടെ. ഇവന്റെ മേലേക്ക് ആ ദിവ്യശക്തി അടിച്ചു കയറട്ടെ. ആ ദൈവിക ജീവൻ പുതിയതാകട്ടെ. കണ്ടാലും സകലവും കഴിഞ്ഞുപോയി, ഇതാ പുതിയതായിരിക്കുന്നു എന്ന് പറയുന്ന ദൈവമഹത്വം. പിടിച്ചോ. സ്വജീവൻ തന്നൊരാത്മ എന്റെ കുഞ്ഞിന്ന് രക്ഷപ്പെടട്ടെ. ഇതുപോലെ തന്നെ ഭയത്തിന്റെ ദണ്ഡനത്തിന്റെ കീഴിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയുള്ളൊരു കരങ്ങൾ ഉയർത്തി പിടിച്ചോ. നിങ്ങൾക്ക് വേണ്ടി ഇപ്പൊ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, ഭയത്തിന്റെ ദണ്ഡനത്തിലായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ ദൈവിക വിടുതലുകൾ ആ മക്കളുടെ മേലേക്ക് വ്യാപരിക്കട്ടെ. പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ വിട്ടൊഴിയട്ടെ. ഭീതിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ വിട്ടൊഴിയട്ടെ. ആ വ്യക്തിത്വങ്ങളുടെ രൂപാന്തരങ്ങൾ ഇപ്പോൾ സംഭവിക്കട്ടെ. ഇനി ഭയമില്ലാത്തവരായിട്ട് അവർ മാറട്ടെ, പേടിയില്ലാത്തവരായിട്ട് അവർ മാറട്ടെ. അതിനുവേണ്ടിയുള്ള വലിയൊരു അഭിഷേകത്തെ ഇതിന് നടുവിൽ അവിടെ നിന്ന് അയക്കുന്നതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളത് ഉറപ്പിക്കുന്നു. ആ ഭയകാരണങ്ങളെ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ വേരോടെ പറിക്കുന്നു. ആ ഭയകാരണങ്ങളെ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ വേരോടെ പറിക്കുന്നു. ആ ഭയകാരണങ്ങളെ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ വേരോടെ പറിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ നാമത്തിൽ ആ ഭയം ഒഴിഞ്ഞവരായിട്ട് ആ മക്കൾ മാറട്ടെ. ആ രണ്ട് കൈ ഉയർത്തി നിൽക്കുന്ന ആളെ ഒന്ന് വിളിച്ചേ. ആ ചേച്ചി ഒന്ന് എഴുന്നേറ്റ് നിന്നേ. അവിടെ കരം രണ്ട് ഉയർത്തി പിടിച്ചു. വോളണ്ടിയർ ആയിരിക്കുന്ന ആരെങ്കിലും ഒന്ന് ഓടിച്ചെന്നേ അങ്ങോട്ട്. ആ മകളുടെ ശരീരത്തിൽ നിന്ന് ഒരു നിഴലിപ്പോൾ ഒഴിഞ്ഞു വീഴും. ആ ശരീരത്തിൽ നിന്ന് വിട്ടുപോകും. കർത്താവ് ആ മകളെ വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ രക്ഷ ആ മകളുടെ മേൽ അടിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് ആ മകളെ തൊടുന്നു. യേശുവേ എന്ന് വിളിച്ചോ. അഴിയട്ടെ. 11 കൊല്ലത്തെ ഭയം അഴിയട്ടെ. പിടിച്ചോണം. തെറിക്കും. മുറുക്ക പിടിച്ചോണേ. മാനസിക വിഭ്രാന്തികൾ അഴിയട്ടെ. ഏകാന്തതകൾ അഴിയട്ടെ. ഒറ്റപ്പെടലുകൾ അഴിയട്ടെ. സ്പിരിറ്റ് ഓഫ് ലോൺലിനെസ് വിട്ടുമാറട്ടെ. ഏകാന്തതയുടെ ആത്മാവ് മകളെ വിട്ടഴിഞ്ഞു പോട്ടെ. യേശുവിന്റെ മഹത്വം അടിക്കട്ടെ. മഹത്വകരമായ കൃപ ഇറങ്ങട്ടെ. പറഞ്ഞില്ലേ, പിടിച്ചോണം.
മഹത്തകരമായ കൃപ ഇറങ്ങട്ടെ. ആ മകൾ രക്ഷപ്പെടട്ടെ. ഈ മകനും രക്ഷപ്പെടട്ടെ. കർത്താവിന്റെ മഹത്വം എന്റെ മേൽ ഇറങ്ങട്ടെ. എന്നെ യേശു തൊടുന്നുണ്ട് മോനെ. നീ യേശുവേ എന്ന് വിളിച്ചു. ഈ പുറകിലേക്ക് ദൈവമഹത്വം ചലിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയരെ, നിങ്ങളൊന്ന് യേശുവിന്റെ നാമം വിളിച്ചാട്ടെ. ഇന്നൊരു സൗഖ്യം പ്രതീക്ഷിക്കുന്ന അത്രയും പേര് യേശുവിന്റെ നാമം ഒന്ന് വിളിച്ചാട്ടെ. യേശുവിന്റെ നാമം ഒന്ന് വിളിച്ചാട്ടെ. യേശുവിന്റെ നാമം ഒന്ന് വിളിച്ചാട്ടെ. യേശുവിന്റെ നാമം ഒന്ന് വിളിച്ചാട്ടെ. കർത്താവിന്റെ നാമം ഒന്ന് വിളിച്ചാട്ടെ. വചനം ഇങ്ങനെയാ പറയുന്നത്, യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഒരാൾ പോലും ലജ്ജിച്ചു പോകുകയില്ല. 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 ഒന്ന് വിളിച്ച് ആ നാമത്തെ സൗഖ്യം സ്വീകരിച്ച്, ആ നാമത്തിലുള്ള അത്ഭുതത്തെ സ്വീകരിച്ച്, ആ നാമത്തിലുള്ള അത്ഭുതത്തെ സ്വീകരിച്ച്, ആ നാമത്തിലുള്ള വലിയ വിടുതലിനെ സ്വീകരിച്ച് ഇപ്പോൾ തന്നെ ഒന്ന് ഏറ്റെടുത്തേ. യേശുവേന്ന് വിളിച്ചൊന്ന് സ്വീകരിച്ച്, എന്റെ യേശുവേന്ന് വിളിച്ചൊന്ന് സ്വീകരിച്ച്, എന്റെ കർത്താവേന്ന് വിളിച്ചൊന്ന് സ്വീകരിച്ച്, എന്റെ യേശുവേന്ന് വിളിച്ചൊന്ന് സ്വീകരിച്ച്. ഈ ഭാഗത്ത് സൗഖ്യമാകേണ്ടവര്, ഈ ഭാഗത്ത് സൗഖ്യമാകേണ്ടവരൊക്കെ ഒന്ന് എഴുന്നേറ്റേ. ഈ ഭാഗത്ത് സൗഖ്യമാകേണ്ടവരെല്ലാം ഒന്ന് എഴുന്നേറ്റേ. ഈ ഭാഗത്ത് സൗഖ്യമാകേണ്ടവർ മാത്രം ഒന്ന് എഴുന്നേറ്റേ. യേശുവേ, ആ പെട്ടെന്ന് മതി 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 മതി. ഇനി ആരും എഴുന്നേക്കണ്ട. സൗഖ്യമാക്കാട്ടെ. എന്നെ പറ്റിടൂ, ഇയാൾക്ക് എന്നെ പറ്റിടൂ. ചെറുപ്പക്കാരാ, ബോൺമാരോ ക്യാൻസറാ, ബോൺമാരോ ക്യാൻസറാ. ആഹാ, യേശുവേ, ക്യാൻസറെ മരിച്ചു പോകും. ക്യാൻസറെ ഈ ശരീരത്തിൽ നിന്ന് മരിച്ചു പോകും. ക്യാൻസർ മരിക്കുക നിന്റെ ശരീരത്തിൽ. കരമുയർത്തി പിടിച്ചു. വലിയ രക്ഷയായി മകന്റെ മേൽ വന്നടിക്കുന്നത്. ഭയങ്കര മഹത്വമായി മകന്റെ മേൽ വന്നടിക്കുന്നത്. ഭയങ്കര മഹത്വമായി മകന്റെ മേൽ വന്നടിക്കുന്നത്. സ്പിരിറ്റ് ഓഫ് ക്യാൻസർ, നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, ഇവന് ബോൺമാരോ ക്യാൻസർ വേണ്ട. ഇവൻ യേശുവിന്റെ മകനാ. സൗഖ്യമടിക്കട്ടെ. അസ്ഥികളിലേക്ക് സൗഖ്യം കയറട്ടെ. ശരീരം ഈ സമയത്ത് സൗഖ്യമാവട്ടെ. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ മഹത്വത്താൽ ഈ ശരീരം മുഴുവൻ ഇപ്പോൾ നിറയട്ടെ. ആള് മാറിയവനെ പോലെ ആകട്ടെ. ആള് മാറിയവനെ പോലെ ആകട്ടെ. ആള് മാറിയവനെ പോലെ ആകട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ബോൺമാരോ ക്യാൻസർ സൗഖ്യമാവട്ടെ. ഈ നിൽക്കുന്ന ഓരോ മക്കളും നിങ്ങളുടെ രോഗമുള്ള ഇടത്തേക്ക് കൈകൾ വെച്ചു കൊടുക്കുക. സർവശക്തനായ യേശുവിനെ വിളിക്കുക. ഇപ്പോൾ തന്നെ വിളിക്കുക. വിളിക്കുക. സർവശക്തനെ യേശുവേ, സർവശക്തനെ യേശുവേ, ഓരോരുത്തരായിട്ട് സൗഖ്യമായിക്കൊണ്ടിരിക്കും. ഈ നിൽക്കുന്ന മക്കൾ ഓരോരുത്തരായി സൗഖ്യമായിക്കൊണ്ടിരിക്കും. ആ മകള് സൗഖ്യമാവും. കൈ ഉയർത്തിപ്പിടിച്ച്, കൈ ഉയർത്തിപ്പിടിച്ച്. വെള്ളസാരി, വെള്ളം. ആ, ഇങ്ങോട്ട് ഓടി വരാക്കി. ഓടിവാ, ഓടിവാ. ചേച്ചി, നിങ്ങളുടെ നട്ടല് പ്രൊലാപ്സ് ചെയ്തിരിക്കുക. ശരിയാണോ? അതെ. നട്ടല് പ്രൊലാപ്സ് ചെയ്തിരിക്കുക.
പക്ഷെ ഇപ്പോഴിതാ പ്രൊലാപ്സേഷൻ മാറുന്നു. ഓ, കർത്താവിന്റെ മഹത്വം അടിക്കുന്നു. യേശുവിന്റെ മഹത്വം അടിക്കുന്നു. It's a major healing. ഇതൊരു വലിയ സൗഖ്യമാണ്. ഇതൊരു വലിയ സൗഖ്യമാണ്. എഴുന്നേറ്റോ, 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 എഴുന്നേറ്റോ. ഓടിവാ, ഓടിവാ, ഓടിവാ. ഇതുപോൽ എന്റെ പേര് ഷീല. യേശു നിന്നെ തൊടുന്നു. കർത്താവിന്റെ സ്പർശനം നിന്റെ മേൽ വരുന്നു. എനിക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നു. നിന്റെ തൊണ്ടയിൽ നിന്ന് യേശു മുഴകളെ എടുക്കുന്നു, വിട്ടൊഴിയുന്നു. ഇതെന്നെ പറ്റിയതാ? പ്രലാപ്സ് ചെയ്താ? എത്ര നാളായി പ്രലാപ്സേഷൻ അറിഞ്ഞിട്ട്? 20 വർഷം 20 വർഷം 20 വർഷം 20 years. 20 വർഷം. എന്നാ ചെയ്യുമ്പോഴാ അത് അനുഭവപ്പെടുന്നേ? വേദന, എപ്പോഴും ഭയങ്കര വേദന. All the time വേദന. അതെ, പ്രത്യേകിച്ച് കുനിയൊന്നും വേണ്ട, എപ്പോഴും വേദന. അതെ, 20 വർഷം. അതെ. ഒരു സുപ്രഭാതത്തിൽ പ്രലാപ്സ് ചെയ്ത. ഓ കർത്താവേ, ഇപ്പൊ ഒന്ന് നോക്കിക്കേ. 20 വർഷമായിട്ട് ഉണ്ടായിരുന്നില്ല. ഇല്ല. യേശുവേ, സ്തോത്രം. ഒന്നുകൂടെ നോക്കിക്കേ, ശരിക്കും നോക്കിക്കേ. ഇല്ല, 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 ശരിക്കും നോക്കാഞ്ഞിട്ടാ. ഇല്ല, ഒട്ടുമില്ല, ഒട്ടുമില്ല. പുറകോട്ടൊന്ന് വളഞ്ഞു നോക്കിക്കേ. തിരിഞ്ഞ് ഇടത്തും വലത്തും ഒക്കെ ഒന്ന് തിരിഞ്ഞ്. ഇല്ല, ഇച്ചിരി ഇല്ല. ഓട്, 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 ഓട്. ഷീല, ഷീല, യേശു നിന്നെ തൊടുന്നു. ഷീല, കർത്താവേ, എത്ര നാളായി ഇത് പ്രത്യക്ഷപ്പെട്ടിട്ട്? 5 വർഷമായി. ഒന്ന് പിടിച്ചതല്ലേ? എന്നിട്ട് പറ, എനിക്കിത് വേണ്ട, എനിക്കിത് വേണ്ട, എനിക്കിത് വേണ്ട. എൻ്റെ യേശു കാൽവരി ക്രൂശിൽ ഈ മഴ എടുത്തതാ. എനിക്കിത് വേണ്ട, എനിക്ക് ഇനി അത് വേണ്ട, എനിക്കത് വേണ്ട, വേണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്കത് വേണ്ട, എനിക്കത് വേണ്ട, എനിക്കത് വേണ്ട, എനിക്കത് വേണ്ട. എൻ്റെ യേശു ഇതിൻ്റെ രോഗം വഹിച്ചതാ, അതുകൊണ്ട് എനിക്കിത് വേണ്ട. ഓ, കർത്താവിന്റെ ശക്തി അവളുടെ മേൽ അടിക്കുന്നു. ഇതാണ്ട് ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു ആ മകളെ തൊടുന്നു. സ്പർശനം നടക്കട്ടെ, സ്പർശനം നടക്കട്ടെ, സ്പർശനം നടക്കട്ടെ. ഓ, ഓ, അഴിഞ്ഞു പോകുന്നു. കൈക്കകത്തുന്നത് അപ്രത്യക്ഷമാവുന്നു. പിടിച്ചോ, പിടിച്ചോ. അപ്രത്യക്ഷമാവുന്നു. കണ്ടവര് കണ്ടോ? വാ, 1-2 പേര് കണ്ടോ? ഇപ്പൊ ഈ മിനിറ്റിൽ അത് അപ്രത്യക്ഷമാവും. വാ, എഴുന്നേറ്റ് വന്ന് കണ്ടോ, കണ്ടോ, കണ്ടോ. ചേച്ചി വന്ന് കണ്ടോ, വേണേ വന്ന് കണ്ടോ മോനെ. ഈ മിനിറ്റിൽ യേശു അതിനെ എടുക്കും. നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത് ഈ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവാ. കണ്ടോ, കണ്ടോ, കണ്ടു, കണ്ടു. എങ്ങനെയുണ്ട് പരിപാടി? ദൈവത്തിന്റെ അത്ഭുതം. അടുത്ത് നിന്ന ആൾക്കാർ കാണാൻ പറ്റിയല്ലേ? കണ്ടോടാ. എഴുന്നേറ്റ് ചേച്ചി, തപ്പിക്കേ. ഉണ്ടോ അവിടെ? ഇല്ല, ശരിക്കും നോക്കി. ഇല്ല, ഇല്ല. ഒന്ന് നോക്കി, ഒന്ന് എഴുന്നേറ്റ് നോക്കി. ഇവര് കണ്ടതാ, ഞാൻ കണ്ടതാ. ഇല്ല. എത്ര വർഷമായിരുന്നു ഇത് ആരംഭിച്ചിട്ട്? 7 വർഷമായി മരുന്ന്. ഇതുപോൽ സ്വജീവൻ ഈ നിൽക്കുന്ന ഓരോ ഈ കൊച്ചിനെ എടുത്തോണ്ട് നിൽക്കുന്ന ചേച്ചിയുടെ വലത്തെ ഇടുപ്പില്ലേ, വലത്തെ ഇടുപ്പിൽ കർത്താവിന്റെ സ്പർശനം വരിക. ടീച്ചറെ ഒന്ന് ചോദിച്ചേ,
ഒന്ന് ചോദിച്ചേ ആ വലത്തെ ഇടുപ്പിന് എന്താ പ്രശ്നം എന്ന് ചോദിച്ചേ. എന്നാ പറഞ്ഞേ? ആ വേന ഉണ്ടെന്ന് പറഞ്ഞോ, എന്നാ അങ്ങോട്ട് കൈവെക്ക. ടീച്ചർമാരൊക്കെ ഇനി രോഗികളെ സൗഖ്യമാകുന്നവരാണ്. യേശുവിന്റെ ആ കൊച്ചിനെ പിടിച്ചോണം. ആ ചേച്ചി തെറിച്ചു പോകും. ആ കൊച്ചിനെ എടുത്തോ. ടീച്ചറെ ആ വലത്തെ ഇടുപ്പിലേക്ക് കൈ അങ്ങ് വെച്ചോ. സാറോട് വേണേ പോയി കൈ വെച്ചോ. സൗഖ്യമായിക്കൊണ്ടിരിക്കുക ശരീരം. യേശുവിന്റെ ജീവൻ ആണ്ടേ, കർത്താവിന്റെ ജീവൻ മകളുടെ മേൽ അടിക്കുന്നു. എന്നെ പിടിച്ചോണേ, പുറകിൽ ഒരാൾ പിടിച്ചോണേ. ആ ബാധ ആ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവാതെ കരമടിച്ച് നിങ്ങൾ എല്ലാവരും ഒന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ആ ബാധ ആ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞോണ്ടിരിക്കുക. Get out! ഇറങ്ങി മാറ്. ഇറങ്ങി മാറ്. ഇറങ്ങി പോവാ. വിട്ടരെ. It's getting out. It's gone. Give glory to Jesus. Hallelujah. യേശുവിനെ ഒന്ന് മഹത്വം കൊടുത്തേ. Hallelujah. ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി. ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി. അത് അഴിഞ്ഞു പോയി. Gone. Hallelujah. ഒന്ന് വിളിച്ചേ, യേശുവേ ഒന്ന് വിളിച്ചേ. ഇതിനകത്ത് ശ്വാസം മുട്ടലുകൾ അഴിയുന്നല്ലോ. കെട്ടിപ്പിടിച്ചപ്പോ യേശു പറഞ്ഞു 3 രോഗങ്ങൾ സൗഖ്യമാകും. നെഞ്ചിനകത്ത് സൗഖ്യം നടക്കുന്നു. ഇടത്തെ ചെവി, ഇത് പരിച്ഛേദം പോയിരിക്കുകയാണല്ലോ. ഇതെങ്ങനെ പോയതാ അറിയില്ല. എത്ര വർഷമായി? 2-3 വർഷമായി. ഇതിന് കുഴപ്പമില്ല. ഇത് കേൾക്കാം. യേശുവേ, ജീവൻ അതാ വ്യാപരിക്കുന്നത്. ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി. ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാ. ക്യാൻസർ കരിയട്ടെ. ജീവദായകമായ കൃപ ഇറങ്ങട്ടെ. എവിടെ? വയറ്റിലാണോ ക്യാൻസർ? ശക്തി ഇറങ്ങട്ടെ. ഈ വയറ് ചുങ്ങട്ടെ. എവിടാ ക്യാൻസർ? ജീവന്റെ ശക്തി ഇറങ്ങട്ടെ. ഒന്ന് പാടിക്കുക. സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി. ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി. ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ കർത്താവ് തൊടുന്നു. ഇതുപോൽ സ്വജീവൻ സൗഖ്യമാകട്ടെ. ഭയങ്കരമായിട്ട് കർത്താവിന്റെ നിറവ് ഇറങ്ങി നിൽക്കുന്നു. ഒന്ന് കരമുയർത്തി പറഞ്ഞു, യേശുവേ അങ്ങ് ഏക ദൈവമെന്ന്, അങ്ങ് എന്റെ ദൈവമെന്ന്, അങ്ങ് എന്റെ ദൈവമെന്ന്, അങ്ങ് എന്റെ ദൈവമെന്ന്, എന്റെ രക്ഷയ്ക്കായി ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, യേശുവേ അങ്ങ് ഏക ദൈവമെന്ന്, അങ്ങ് ഏക ദൈവമെന്ന്, എന്റെ രക്ഷയ്ക്കായി ഞാൻ ഏറ്റുപറയുന്നു. യേശുവേ, യേശുവേ അങ്ങേ പോലെ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനെ എനിക്ക് ലഭിച്ചതിനായി
തന്നതിനായി നന്ദി യേശുവേ. നന്ദി യേശുവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ നെഞ്ചിലേക്ക് കരം അമർത്തി വെച്ചുകൊണ്ട് ഈ വചനം വെച്ച് എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങിക്കാട്ടെ. യേശുവേ, യേശുവേ, ഇത്ര മഹത്വമുള്ള ഒരു പൗരോഹിത്യത്തിന്റെ കീഴിലേക്ക് യേശുവിന്റെ നിത്യ പൗരോഹിത്യത്തിന്റെ കീഴിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിനായിട്ട് നന്ദി യേശുവേ. രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാക്കി ഞങ്ങളെ തീർത്തതിന് നന്ദി. ഇന്ന് കേൾക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ സമയത്ത് പൂർണ്ണമായുള്ള വിടുതലുകൾ വീടുകളിലേക്ക് പ്രവേശിക്കട്ടെ. ഭാഗികമായുള്ള വിടുതലുകൾ അല്ല, പൂർണ്ണമായുള്ള വിടുതലുകൾ വീടുകളിലേക്ക് പ്രവേശിക്കട്ടെ. പ്രാർത്ഥിച്ച് മടുത്ത വിഷയങ്ങൾക്ക് പോലും ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ പരിഹാരമുണ്ടാകട്ടെ. ആ കൃപ അങ്ങ് അയക്കുന്നതിനായിട്ട് നന്ദി. യേശു രക്ഷിതാവേ, യേശു കർത്താവേ, ഞങ്ങൾ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു. പരിപൂർണ സൗഖ്യം അത് സ്വീകരിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. പ്രത്യേകിച്ച് ഞാൻ ഒരു പ്രാർത്ഥന കൂടെ പ്രാർത്ഥിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ആ പ്രാർത്ഥന വീടുകളിൽ ചെല്ലുമ്പോൾ, ബ്രദറെ, ഹാളിൽ ഇരിക്കുമ്പോൾ, മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ വലിയ സന്തോഷമാണ്. പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ സന്തോഷം നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നവർക്ക് വേണ്ടിയാണ്. കർത്താവായ യേശുവേ, നിലനിൽക്കുന്ന സമാധാനം, നിലനിൽക്കുന്ന രക്ഷ, പൂർണ്ണമായ വിടുതൽ ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞയച്ച യേശു, ഇപ്പോൾ ആ രക്ഷയുടെ മഹത്വത്തിൽ ഈ നിന്റെ മക്കൾ ആനന്ദിക്കേണ്ടതിന് ധാരാളം കൃപയുടെ മഹത്വം ഓരോ കുടുംബങ്ങളിലേക്കും വ്യാപരിച്ചിറങ്ങട്ടെ. അഹരോന്യ പൗരോഹിത്യത്തിന് വരുത്താൻ കഴിയാത്തത് മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യത്തിൽ വന്ന യേശു ഞങ്ങൾക്ക് വരുത്തിയതിനായിട്ട് നന്ദി. യേശുവിന്റെ നാമത്തിൽ ആ വലിയ ശുശ്രൂഷകള് ഓരോ മക്കളുടെ മേലും നടക്കുന്നതിന് നന്ദി. കുടുംബങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു, വ്യക്തികളെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ വചനം കൊണ്ട് ഓരോ മുറികളും നിറയട്ടെ. ധാരാളം ശാപം ഒഴിഞ്ഞ അനുഭവങ്ങൾ നിന്റെ മക്കൾക്കുണ്ടാകട്ടെ. അതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങളെ അടിച്ചുകൊണ്ട് കരമൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? എല്ലാ കരമൊന്ന് ഉയർത്താമോ? എല്ലാ കരമൊന്ന് ഉയർത്താമോ? എൻ്റെ കൂടെ ഇങ്ങനെയൊന്ന് പറയാമോ? എല്ലാ രണ്ട് കരങ്ങളും ഉയർത്തിക്കൊണ്ട് എൻ്റെ കൂടെ ഇങ്ങനെയൊന്ന് പറയാമോ? യേശു ഏക സത്യ ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു ഏക സത്യ ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവായ യേശുവേ, അവിടുത്തെ വലിയ മഹത്വം ഞാൻ ഇവിടെ നിന്ന് എന്നിലൂടെ എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ പ്രിയപ്പെട്ട